പള്ളുരുത്തി സ്കൂളിലുണ്ടായ വിവാദം നമുക്കൊരു ഇസ്ലാമിനെ വിശദീകരിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഒരു വിഷയം ഉണ്ടാകുമ്പോൾ, തട്ടത്തിൻ്റെ വിഷയം ഉണ്ടാകുമ്പോൾ അത് വിശദീകരിക്കാമല്ലോ. ഇതല്ലാണ്ട് ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയമായി അങ്ങനെ ലാഭം കൊയ്യാം എന്ന് ചിന്തിക്കുന്ന കുറേ സംഘങ്ങളുണ്ട് ഇവിടെ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും അതൊരു വേറെ രീതിയിലേക്ക് കൊണ്ടുപോയി സമൂഹത്തിലൊരു ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിലേക്ക്, അത് നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആൾക്കാർ തന്നെയാണ് അതിന് കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ അതിനുള്ള മറുപടികൾ നമുക്ക് കുറഞ്ഞു പോകുന്നുണ്ടോ? ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ നിന്ന്, സ്റ്റേജുകളിൽ നിന്ന് കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് എനിക്ക് പണ്ടത്തേനെ അപേക്ഷിച്ച് ഇപ്പോൾ കുറവുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതിനുള്ള മറുപടി എന്നാണ്. നമുക്കറിയാം, ഏതൊരു കാലഘട്ടത്തിലും പലവിധ അജണ്ടകളും തീരുമാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ വിഭാഗം സമൂഹത്തിലുണ്ടാവും. സമൂഹത്തിൻ്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയെന്ന് ബുദ്ധിപരമായി ഇൻഡുലച്ചലായി ചിന്തിച്ച് നടപ്പാക്കാൻ വേണ്ടി പ്രോപ്പഗണ്ടകൾ സൃഷ്ടിക്കുന്ന ആളുകളുണ്ടാവും. അത്തരം ആളുകൾ പലവിധ വിവാദങ്ങളും സമൂഹത്തിൽ രൂപപ്പെടുത്തും. അപ്പോൾ നമുക്കറിയാം, ഇന്നലകളിൽ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ഇസ്ലാം വ്യാപിക്കുകയും ചെയ്ത സന്ദർഭങ്ങളിൽ അതത് പ്രദേശങ്ങളിൽ ഇസ്ലാമിക സമൂഹത്തെ പ്രകോപിപ്പിക്കുവാൻ വേണ്ടി ബോധപൂർവം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചുകൊണ്ട്, തെറി പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങിയ ആത്മഹത്യാ സ്ക്വാഡുകളെ സംബന്ധിച്ച് ചരിത്രം വിവരിക്കുന്നത് കാണാൻ സാധിക്കും. ചാവേറുകളാകാൻ അഥവാ തെരുവിൽ വന്നുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുമ്പോൾ സ്വാഭാവികമായും മുസ്ലിങ്ങൾ അതിനോട് പ്രതികരിക്കുമ്പോൾ ചിലപ്പോൾ ഈ ആക്ഷേപിക്കുന്നവനെ കൊന്നുകളഞ്ഞെന്ന് വരാം. അത്തരത്തിൽ പ്രകോപനപരമായി, വികാരപരമായി ഇടപെടുന്ന ആളുകൾ ഉണ്ടായെന്ന് വരാം. അത്തരം ആളുകളെ ഉപയോഗപ്പെടുത്തി ഇസ്ലാമിക വിരുദ്ധമായ ഒരു ട്രെൻഡ്, ഇസ്ലാം പ്രകോപനപരമാണ് അല്ലെങ്കിൽ ഇസ്ലാം അപകടകരമാണെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ബോധപൂർവം തെരുവിലേക്ക് ഇറങ്ങി ആത്മഹത്യാ സ്ക്വാഡുകളായി കടന്നു വന്ന് പ്രശ്നമുണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ള ചരിത്രങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു സമൂഹത്തിൽ ഒരു പ്രശ്നത്തെ രൂപപ്പെടുത്തിക്കൊണ്ട് വരാനുള്ള വൈകാരികമായ തലങ്ങളെ വെച്ചുകൊണ്ടുള്ള വളരെ ബുദ്ധിപരമായ ഇടപെടലുകളാണ് അത്തരം ആളുകൾ അന്ന് നടത്തിയിരുന്നത്. അതിൻ്റെ മറ്റു വേർഷനുകളാണ് നമ്മുടെ ഇടയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം ആയിക്കൊണ്ടാണ് പലപ്പോഴും ഈ വിവാദങ്ങൾ പലതും രൂപപ്പെടുന്നത്. ഇപ്പം തട്ടവിവാദം അതിൻ്റെ അവസാനം വന്ന ഒരു രൂപം തന്നെയാണ്. കാരണം വെച്ചാൽ നമുക്കറിയാം, തട്ടമിട്ടുകൊണ്ട് തട്ടത്തെ എതിർക്കുന്ന ഒരാൾ, തട്ടം ഇടരുത് എന്ന് പറയുന്ന ആള്, അത് നമ്മുടെ സ്കൂളിന് പറ്റില്ല എന്ന് പറയുന്ന ആൾ പറയുന്നത് തട്ടമിട്ടുകൊണ്ടാണ്. ആ തട്ടം അഴിച്ചു വെച്ചുകൊണ്ട് അവർ പഠിക്കുവാനോ പഠിപ്പിക്കുവാനോ തയ്യാറല്ല. ഒരു സിസ്റ്റർ അവർ തട്ടം അഴിച്ചുകൊണ്ട് പഠിക്കണമെന്ന് പറഞ്ഞാൽ അതിനോ, പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അതിനോ അവർ തയ്യാറല്ല. അപ്പോൾ അവരുടെ മതകീയമായ ചിഹ്നങ്ങളെ ഊരിവെക്കാതെ തന്നെ മറ്റൊരാളുടെ മതകീയമായ അടിസ്ഥാനപരമായ ഒരു അടയാളത്തെ കീറിയെറിയുവാനുള്ള ശ്രമം നടത്തുമ്പോൾ അവിടെ തന്നെ ഒരു വൈരുദ്ധ്യം നമുക്ക് ദർശിക്കാൻ സാധിക്കും. എന്നാൽ തന്നെയും അത്തരം ഒരു വൈരുദ്ധ്യാത്മകമായ ഒരു വിവാദം ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു സ്ത്രീക്ക് അവാർഡ് കൊടുക്കാനാണ് ചില ആളുകൾ രംഗത്ത് വന്നത്. അപ്പൊ അത്തരം ഒരു സംവിധാനങ്ങൾ രൂപപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് ഹിജാബ് അല്ലെങ്കിൽ ലവ് ജിഹാദ് പോലെയുള്ള ഇത്തരം വാദങ്ങൾ ഉണ്ടാക്കി സമൂഹത്തിൽ എപ്പോഴും ഒരു പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ബുദ്ധിപരമായിട്ടാണ് മുസ്ലിം ഉമ്മത്തിനെ കൈകാര്യം ചെയ്യേണ്ടത്. പക്ഷെ അവിടെ നമുക്കറിയാം, രാഷ്ട്രീയമായി അതിനെ മുതലെടുക്കാനും അതുപോലെ തന്നെ മറ്റു തലത്തിലേക്ക് അതിനെ തങ്ങളുടേതായ ഉയർച്ചക്കോ വളർച്ചക്കോ അല്ലെങ്കിൽ അത് ഒരു അവസരമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചൂഷണം ചെയ്യാനോ കടന്നു വരുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം ആളുകളെ കുറിച്ച് തിരിച്ചറിവുകൾ സമൂഹത്തിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഊതിക്കത്തിച്ചുകൊണ്ട് അതിനെ വലുതാക്കിക്കൊണ്ട് തങ്ങളുടേതായ താല്പര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി വരുന്ന കുറുക്കന്റെ ബുദ്ധിയുള്ള ആളുകൾ സ്വാഭാവികമായി ഉണ്ടാവും. അവരെ തിരിച്ചറിയേണ്ടതുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം ഏതു കാലഘട്ടത്തിലും അത്തരം നിലപാടുകൾ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. തട്ടവിവാദമുണ്ടായ സന്ദർഭത്തിലും കേരള ജമിയത്തുൽ ഉലമ നടത്തിയ ഒരു പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ഒരു കാര്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് സമൂഹത്തിൽ ഈ വർഗീയമായ വിഭാഗീയമായ ഒരു തരംഗം ആളിക്കത്തിക്കുവാൻ ശ്രമിക്കുന്ന ആളുകളെ കരുതിയിരിക്കണം എന്നു തന്നെയാണ് ആ വിഷയത്തിൽ കേരള ജമിയത്തുൽ ഉലമ ആ സന്ദർഭത്തിൽ വലിയൊരു പ്രസ്താവന തന്നെ നടത്തിയത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അഥവാ ഇത്തരം അവസരങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് വർഗീയമായ വിഷമാളിക്കത്തിക്കുവാനോ അതല്ലെങ്കിൽ വിഭാഗീയത ഉണ്ടാക്കുവാനോ അതല്ലെങ്കിൽ ഫാഷിസ്റ്റുകൾക്ക് മുതലാകുന്ന രൂപത്തിൽ ഇതിനെ കൺവെർട്ട് ചെയ്തു കൊണ്ടുപോകാനോ ഒക്കെ ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ശ്രദ്ധിക്കണമെന്ന് തന്നെ മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ ഉന്നതമായ ഘടകം തന്നെ സമൂഹത്തെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. ചോദ്യകർത്താവ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. എന്നാലും കൂടുതൽ അത്തരം കാര്യങ്ങൾ സമൂഹത്തിലേക്ക് ബോധവൽക്കരിക്കേണ്ടതുണ്ട്, സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുമുണ്ട്. കുറച്ച് നാളുകളായിട്ട് നമ്മളുടെ ഇന്ത്യയിൽ തന്നെ നമുക്കെല്ലാവർക്കും വളരെ പ്രയാസകരമായ ഒരവസ്ഥയിലാണ് നമ്മളുടെ എല്ലാം വീട്ടിൽ
വീഡിയോ TV ഉള്ളതിൻ്റെ പേരിൽ പലസ്തീൻ എന്ന വിഷയം ഒരു 5-6 മാസമായിട്ട് നമ്മളെല്ലാം നെട്ടിപ്പിക്കുന്ന, മനസ്സിനെ നെട്ടിക്കുന്ന ചിത്രങ്ങളാണ് നമ്മൾ പലസ്തീനിലായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിലും KNM ആണ് അതിന് ബലിയേടാകുന്നത്. കാരണം KNM-ന് തീവ്രത പോരാ, മുസ്ലിം തീവ്രത പോരാ. ഖുർആൻ പറഞ്ഞു നടക്കുന്ന KNM ശരിക്കും മുനാഫിക്കാണ്, ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ് എന്ന് പറയുന്ന ഈ ഖുർആനും സുന്നത്തും പറയുന്ന മറ്റു സംഘടനപ്പെട്ട ആളുകൾ തന്നെയാണ് ഈ വാദവുമായി വരുന്നത്. ഒരു കാര്യത്തിൽ നമുക്കെല്ലാവർക്കും ഒരു സംശയം തന്നെയാണ്. കാരണം പലസ്തീനിലെ പൈതങ്ങൾ പ്രസവിച്ച് ഇറങ്ങുന്ന പൈതൽ പോലും അതിൻ്റെ അംഗവൈകല്യങ്ങൾ നഷ്ടപ്പെട്ട ഒരു കാഴ്ചയാണ് നമ്മൾ ചാനലിലൂടെ കാണുന്നത്. എന്താണ് പലസ്തീനും ഗാസ എന്നുള്ള അടിസ്ഥാനത്തിൽ ഖുർആനും സുന്നത്തും പലസ്തീനെ കുറിച്ച് പറയുന്നത് എന്താണെന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും. അതായത് ഖുർആനിലും ഹദീസിലും ഇത്ര പ്രാധാന്യത്തോടു കൂടി ഫിലസ്തീനെ പറ്റി പറഞ്ഞിട്ടും നമ്മളത് വേണ്ടത്ര ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്നാണോ? അതാണോ സഹോദരൻ ചോദിക്കുന്നത്? അല്ല, നമ്മൾ ലോകത്ത് എവിടെ മനുഷ്യർ അതിക്രമങ്ങൾക്ക് ഇരയാകുന്നതും അനീതികൾക്ക് ഇരയാകുന്നതും വംശഹത്യകൾക്ക് ഇരയാകുന്നതും വളരെ വേദനാജനകമായ കാര്യമാണ്. അവിടെ ലോകത്ത് എവിടെ ആ തരത്തിലുള്ള വേട്ടയാടലുകൾ നടന്നാലും രക്തച്ചൊരിച്ചിലുകൾ നടന്നാലും അവിടെ മർദ്ദകർക്കെതിരെ, പീഡകർക്കെതിരെ മർദ്ദിതരായ മനുഷ്യർക്കൊപ്പമാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഇത് സംശയമില്ലാത്ത കാര്യമാണ്. ഇത് ഫിലസ്തീൻ എന്ന് പറയുമ്പോൾ ഇവിടെ അതിന് കുറേ കൂടി ഗൗരവമുണ്ട് ഒരു മുസ്ലിം സംഘടന എന്നുള്ള നിലക്ക്. 2 കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, അവിടെ പീഡിപ്പിക്കപ്പെടുന്നത് ക്രിസ്ത്യൻ സഹോദരങ്ങൾ തീർച്ചയായും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. പലസ്തീൻ പ്രശ്നത്തിൽ മുസ്ലിങ്ങളോടൊപ്പം അറബ് ക്രിസ്ത്യാനികളും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷവും മുസ്ലിം സഹോദരങ്ങളാണ് എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന വേദന അത് നമ്മുടെ കൂടി വേദനയാവേണ്ടതാണ്. ഒരു സമുദായം എന്നുള്ള നിലയിൽ നമ്മളൊരു ശരീരം പോലെയാണ്. ലോകത്തെ എവിടെ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടാലും തീർച്ചയായും അത് നമ്മളുടെ ഹൃദയത്തെ ഉലച്ച് കളയുന്ന ഒരു അനുഭവമാണ്. അതിനും അപ്പുറത്ത് ഇത് സംഭവിക്കുന്നത് ഫിലസ്തീനിലാണ്. മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന ഇസ്ലാമിലെ തീർത്ഥാടനം അനുവദിക്കപ്പെട്ട 3ാമത്തെ പരിശുദ്ധ ഗേഹം നിലനിൽക്കുന്നൊരു ഭൂമിയുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നവും സംഘർഷവും നിലനിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അതിന് വീണ്ടും ഗൗരവം വർദ്ധിക്കുകയാണ്. നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നതും നമ്മുടെ വേദനയാണെന്ന് പറയുമ്പോൾ ഫിലസ്തീനിൻ്റെ മണ്ണ്, ആ ഫിലസ്തീനിൻ്റെ മണ്ണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം നമുക്കറിയാലോ. പ്രവാചകന്മാരിലൂടെ നിർമ്മിക്കപ്പെട്ട ജെറൂസലേമിലെ പരിശുദ്ധ ഗേഹം, അത് നമ്മൾ പൂർവ്വപ്രവാചകന്മാരുടെ കാലം മുതൽക്ക് തന്നെ ഇപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ, എന്തിനധികം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒക്കെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പുണ്യം ഉദ്ദേശിച്ച് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടം മുതൽ ഒരു ഇസ്ലാമിക നാടായി നിലനിന്ന ഒരു പ്രദേശത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള പ്രാധാന്യത്തെക്കുറിച്ചോ ഗൗരവത്തെക്കുറിച്ചോ ഒന്നും നമ്മൾ കൂടുതൽ പറയേണ്ടതില്ല. മാത്രമല്ല, ഈ പ്രശ്നം ഇതിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യമാണ് ഈ നരനായാട്ട് മുഴുവൻ നടത്തുന്നത്. ആ രാജ്യം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായൊരു വ്യാജ രാജ്യമാണ്. അങ്ങനെ ഒരു രാജ്യം പോലും ശരിക്കില്ല. കാരണം അറബികളുടെ നാട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് ആ നാട്ടിൽ നിന്ന് അവരെ പുറത്താക്കിയിട്ട് അവരുടെ ഭൂമി കയ്യേറിയിട്ട് വളരെ വ്യാജമായ രീതിയിൽ ഒരു രാജ്യം സ്വയം സ്ഥാപിച്ചു എന്ന് പറയാണ്. എന്നിട്ട് ആ രാജ്യം പിന്നെയും അതിൻ്റെ അതിർത്തികൾ വികസിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ മനുഷ്യരെ അവരുടെ ജന്മനാട്ടിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പം നമ്മൾ ഗസ എന്നൊക്കെ പറയുന്നത് ഈ ഒരു സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഗസ എന്ന് പറയുന്നുണ്ട്. ശരിക്കും വളരെ ചെറിയൊരു സ്ഥലമാണത്. വളരെ ചെറിയ സ്ഥലം എന്ന് പറഞ്ഞാൽ ആകെ 20 മൈൽ മാത്രം നീളമുള്ള ഒരു പ്രദേശമാണത്. 5 മൈൽ മാത്രം വീതിയാണതുള്ളത്. 20 മൈൽ നീളം, 5 മൈൽ വീതി എന്ന് പറഞ്ഞാൽ എത്ര ചെറിയൊരു പ്രദേശമായിരിക്കും. പക്ഷേ ടോക്കിയോ മഹാനഗരത്തിലുള്ളതിനേക്കാൾ ജനസംഖ്യാ സാന്ദ്രത അതിനുള്ളിലുണ്ട്. അതെന്തുകൊണ്ടാണ്? അതായത് ലോകത്ത് ഏറ്റവും അധികം ജനസംഖ്യാ സാന്ദ്രതയുള്ള മഹാനഗരങ്ങളിലുള്ള അത്രയും വലിയ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇത്ര ചെറിയൊരു ജിയോഗ്രഫിക്കൽ ഏരിയയിലുണ്ട്. അതെന്തുകൊണ്ടാണ് ഉണ്ടാവണത്? അവരൊന്നും ഗസക്കാരല്ല. ഗസയിൽ മുമ്പേ ജീവിച്ച കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട്. ബാക്കിയുള്ളവർ മുഴുവൻ ഫലസ്തീനിൽ നിന്ന് ആട്ടി പുറത്താക്കപ്പെട്ടവരാണ്. നമ്മളീ പറയുന്ന ജെറൂസലേമിൽ നിന്നോ വെസ്റ്റ് ബാങ്കിൽ നിന്നോ ഫിലസ്തീൻ്റെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നോ ഒക്കെ സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കപ്പെട്ട മനുഷ്യരാണത്. അത് ഇപ്പോഴൊന്നുമല്ല, ഇപ്പം ജീവിക്കുന്ന തലമുറയല്ല, അവരുടെ പിതാക്കളുടെ തലമുറയല്ല, അവരുടെ പ്രപിതാക്കളുടെ കാലത്ത് ആട്ടി പുറത്താക്കപ്പെട്ടാണ്.
നമ്മൾ അതുമായി ബന്ധപ്പെട്ട കുറിപ്പുകളൊക്കെ വായിച്ചാൽ നമ്മളുടെ ഹൃദയം നുറുങ്ങിപ്പോവും. കാരണം ഈ ഇസ്രായേൽ വന്നിട്ട് ഇവരെ സ്വന്തം ജന്മനാട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ പാവപ്പെട്ട മനുഷ്യർ അവർ ഒരുപാട് കാലം കൃഷി ചെയ്ത് കച്ചവടം ചെയ്ത് പണമുണ്ടാക്കി വാങ്ങിയ സ്ഥലം, ആ സ്ഥലത്തിൻ്റെ ആധാരം, നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ആധാരം, ഈ ആധാരമൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് ഇവർ ഈ പലായനം നടത്തുന്നത്. കഴുതപ്പുറത്തും നടന്നിട്ടുമൊക്കെ പിന്നെ ഒരുപാട് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി സ്വന്തം ഭാര്യയെയും കുഞ്ഞുമക്കളെയുമായിട്ട് പലായനം ചെയ്യാണ്. ആ പലായനം ചെയ്യുന്ന സമയത്ത് അവർ പ്രതീക്ഷിച്ചിരുന്നത് 2 മാസം കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ കഴിയുന്നതാണ്, അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ കഴിയുന്നതാണ്. കാരണം ഇവിടെ ഐക്യരാഷ്ട്രസഭ ഉണ്ട്, ലോകരാജ്യങ്ങളുണ്ട്, പലരുണ്ട്, അവരൊക്കെ ഈ അനീതിക്ക് പരിഹാരം ഉണ്ടാക്കും. ഇങ്ങനെയൊന്നും ലോകത്ത് നടക്കൂലല്ലോ. സ്വന്തം ജന്മനാട്ടിൽ നിന്നൊരു ജനതയെ ഇങ്ങനെ അഭയാർത്ഥികളായി ആട്ടിപ്പുറത്താക്കാൻ കഴിയുമോ? അങ്ങനെ സംഭവിച്ചാൽ തന്നെ വളരെ പെട്ടെന്ന് അതിന് പരിഹാരം ഉണ്ടാകുമെന്നാണ് ആ സാധു മനുഷ്യർ വിചാരിച്ചിരുന്നത്. പക്ഷേ അവർ കഴിഞ്ഞു, അവർക്ക് മക്കളുണ്ടായി, മക്കൾക്ക് മക്കളുണ്ടായി. അവിടെ പിന്നെയും അഭയാർത്ഥികളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ നമ്മൾ ഗസയിലെ പോപ്പുലേഷൻ എടുത്തു നോക്കിയാൽ, ജനസംഖ്യ എടുത്തു നോക്കിയാൽ അതിൽ ചെറിയ കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇതാണ് വേറൊരു പ്രശ്നം. വൃദ്ധരുടെ ഒരു ജനക്കൂട്ടമല്ലത്. യുവാക്കൾ, ചെറുപ്പക്കാർ, കൗമാരക്കാർ, വളരെ ചെറിയ കുട്ടികൾ, അവരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന കൂട്ടക്കൊലകളിൽ വളരെ പ്രായം കുറഞ്ഞ ആളുകളാണ് നിരന്തരമായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ളൊരു ഒരു അവസ്ഥാവിശേഷം നമ്മളവിടുത്തെ കുട്ടികളെ പറ്റി, അവിടുത്തെ സ്ത്രീകളെ പറ്റി, അവിടുത്തെ മനുഷ്യരെ പറ്റി, അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ പറ്റി. ഇപ്പോൾ സീസ് ഫയർ ഉണ്ടായി, വെടിനിർത്തലുണ്ടായ ശേഷം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇസ്രായേൽ ഓരോരോ ന്യായങ്ങൾ പറഞ്ഞിട്ട് പിന്നെയും ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഭീകരമായ, നമ്മൾ കേവലം മാനുഷികമായ തലത്തിൽ നോക്കിയാൽ പോലും, നമ്മൾ ഇസ്ലാമും മുസ്ലിങ്ങളും എന്ന് പറയുന്ന ഒരു കാറ്റഗറി മാറ്റി വെച്ചുകൊണ്ട് വളരെ മാനുഷികമായ ഒരു തലത്തിൽ നോക്കിയാൽ പോലും എന്തെങ്കിലും ഒരു നൈതികത സ്വന്തമായുള്ള ഒരു മനുഷ്യനും ഫിലസ്തീൻ്റെ കൂടെ അല്ലാതെ നിൽക്കാൻ കഴിയില്ല. ഇതിൽ 2 പക്ഷം സാധ്യമേ അല്ല. ഇതിൽ 2 പക്ഷം എന്ന് പറയുന്നത് വളരെ വിചിത്രമായൊരു വിഭാവനാണ്. നിങ്ങൾ ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നത്തിൽ ഏത് പക്ഷത്താണ് എന്ന ചോദ്യം തന്നെ അസംബന്ധമാണ്. കാരണം ആ പ്രശ്നത്തിൽ ഫിലസ്തീൻ്റെ കൂടെ അല്ലാതെ, ഫിലസ്തീനികളുടെ കൂടെ അല്ലാതെ, അവിടുത്തെ അറബികളുടെ കൂടെ അല്ലാതെ മുസ്ലിങ്ങൾക്ക് എന്നല്ല, സാമാന്യമായ നീതിബോധമുള്ള, കാരുണ്യമുള്ള, മനുഷ്യപ്പറ്റുള്ള ഒരാൾക്കും നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഫിലസ്തീനു വേണ്ടി വലിയ പ്രക്ഷോഭങ്ങൾ നടത്തുന്നത് പലതും മുസ്ലിങ്ങളല്ല. ഇപ്പോൾ പടിഞ്ഞാറൻ നാടുകളിൽ അവിടെ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതും പ്രകടനം നടത്തുന്നതും ഈ ഫലസ്തീനിലേക്ക് ഭക്ഷണം കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നതും ഇതൊന്നും പലരും മുസ്ലിങ്ങളല്ല, അവരുടെ കേവലമായൊരു നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ്. അപ്പോൾ മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് നമ്മൾക്ക് അതിനപ്പുറം കൂടുതൽ ബാധ്യത തീർച്ചയായും ആ വിഷയത്തിലുണ്ട്. അത് തന്നെയാണ് ആ വിഷയത്തിൽ നമ്മുടെ നിലപാടും. അതിന് വ്യത്യസ്തമായൊരു നിലപാടൊന്നുമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തെ നമ്മൾ വൈകാരികമായി കത്തിച്ചു നിർത്തുക എന്നുള്ളതോ ഒച്ചപ്പാടുണ്ടാക്കുക എന്നുള്ളതോ അല്ലല്ലോ. നമ്മൾ ആ വിഷയത്തിൽ നമ്മളുടെ കൺസേൺ രേഖപ്പെടുത്തുന്നു, പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുന്നു, ഈ വിഷയത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം ഇന്ത്യയിൽ ഞാൻ പറയുന്നത്, നമ്മൾ ഗാന്ധിയാണ് ഇന്ത്യയിൽ ഫലസ്തീൻ്റെ കൂടെ ഏറ്റവും ശക്തമായി നിലയുറപ്പിച്ചൊരു മനുഷ്യൻ. ആ കാലം മുതൽ ഇക്കാലം വരെയും ശരിക്കും ഇന്ത്യ ഒരു രാജ്യം എന്ന നിലയിൽ ഫലസ്തീൻ്റെ കൂടെയാണ്. ഇന്ത്യയുടെ പോളിസി അതാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയുടെ ഒരു പൊതുബോധം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ ഇസ്രായേലിന് അനുകൂലമായി ജനങ്ങളുടെ മനോഭാവം മാറ്റാൻ വേണ്ടി വലിയ പ്രോപ്പഗണ്ടകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളത്തിലെ യുക്തിവാദികൾ എന്ന് പറയുന്ന ആൾക്കാർ ഒരു പരിപാടി നടത്തുകയാണ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ഫിലസ്തീനികളെ, അവിടെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഫിലസ്തീനികളെ നോക്കി, കുഞ്ഞുങ്ങളെ നോക്കി, അവരുടെ എല്ലുന്തിയ ശരീരങ്ങൾ നോക്കി ആനന്ദമൂർച്ച അനുഭവിക്കുന്ന മനോരോഗികളായി കേരളത്തിലെ യുക്തിവാദികൾ എന്ന് പറയുന്ന ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ബോധവൽക്കരണം എന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇവിടുത്തെ മനുഷ്യരെ ബോധ്യപ്പെടുത്താനുള്ള പ്രോഗ്രാമുകൾ നമ്മൾ നടത്തണം. ഇതിലെന്താണ് വിഷയം, എവിടെയാണ് നീതി എന്ന് ഇവിടുത്തെ സാധാരണ മനുഷ്യരെ നമ്മൾ ബോധവൽക്കരിക്കണം. ഇതിലെ തെറ്റിദ്ധാരണകൾ നിങ്ങൾ നീക്കണം. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് നമ്മളുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനകളിൽ ഫിലസ്തീന് കടന്നു വരിക, അക്സയുടെ മോചനം കടന്നു വരിക, അവിടുത്തെ സഹോദരങ്ങളുടെ മോചനം കടന്നു വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഏത് നെതന്യാഹുവിനും പ്രാർത്ഥനയെ തടുക്കാൻ കഴിയൂല. അതിന് അള്ളാഹു നൽകുന്ന ഉത്തരങ്ങളെ തടുക്കാൻ കഴിയൂല. അയാളുടെ കൂടെ ഏത് കൊലകൊമ്പന്മാരുണ്ടായാലും നമ്മളുടെ കയ്യിൽ പ്രാർത്ഥന എന്ന ആയുധം നമ്മൾക്ക് ശരിക്കും ഉപയോഗിക്കാൻ നമ്മൾക്ക് പറ്റണം. അപ്പോൾ അത് നമ്മൾ എവിടെയെങ്കിലും പരസ്യമായി നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ മാത്രമല്ല, നമ്മളൊക്കെ സ്വകാര്യ വേളകളിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ
ഫിലസ്തീനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾക്ക് പറ്റണം. അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അത് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നതും പഠിപ്പിക്കുന്നതും മനുഷ്യരെ ബോധവൽക്കരിക്കുന്നതും. അതല്ലാത്തതെല്ലാം കേവലമായ പ്രചാരണങ്ങൾ മാത്രമാണെന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നമ്മൾ ലുഹുർ ജമ്മും കസറാക്കി നിസ്കരിച്ചതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ പ്രവർത്തകർ പരിസരവാസികൾ 4 റക്അത്ത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അതിനുശേഷം പക്ഷേ അസർ നിസ്കരിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഈ പരിസരവാസികളും കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു, അസർ നിസ്കരിച്ചു. പക്ഷേ ചിലവർ മാറി നിന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമുക്ക് അസറും കൂടെ ജമ്മാക്കി നിസ്കരിക്കാനുള്ള ഒരു അനുവദനീയമാണോ എന്നുള്ള ഒരു കാര്യം. ഇതേ തന്നെ നമുക്കിപ്പോൾ കല്യാണമായാലും അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ ഇതേ ഒരു ആനുകൂല്യം ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതൊന്ന് പറഞ്ഞു തരാം. യാത്രക്കാർക്ക് അനുവദനീയമായ ജമഅ് ഖസ്ർ നടക്കുന്നതിനിടയിൽ ആ ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ ഇടയാകുന്ന നാട്ടുകാർക്ക്, സ്വദേശികൾക്ക് പ്രത്യേക സന്ദർഭങ്ങളിലാണെങ്കിൽ ഖസ്റിന് പകരം 2 നമസ്കാരം കൂടി ജമഅ ആക്കാവുന്നതാണോ എന്നതാണല്ലോ ചോദ്യം. ഖസ്ർ എന്നത് യാത്രക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുന്ന ഹുക്കുമാണ്. സ്വന്തം നാടിൻ്റെ പുറത്തായിരിക്കുക, അനുവദനീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രയായിരിക്കുക, ഒരു ഫർള് നമസ്കാരത്തിൻ്റെ സമയവും ആയിരിക്കുക, ഈ 3 നിബന്ധനകൾ ഒത്തുവന്നാൽ ഖസ്റാക്കാവുന്നതാണ്. ഖസ്റിൻ്റെ ദൂരം എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ മദ്ഹബുകൾ വ്യത്യസ്തങ്ങളായ ദൂരമാണ് പറയുക. 84 കിലോമീറ്റർ എന്ന് പറയുന്നവരുണ്ട്, 81 കിലോമീറ്റർ എന്ന് പറയുന്നവരുണ്ട്, 81 കിലോമീറ്റർ വൺ വേ മാത്രമായിരിക്കണം എന്ന് പറയുന്നവരുമുണ്ട്. യഥാർത്ഥത്തിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സാദുൽ മആദ് ഫി ഖൈരി ഹദിയിൽ ഇബാദ് എന്നൊരു മഹാഗ്രന്ഥം, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാര രൂപങ്ങൾ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്ന ഒരു സംഗതി, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നൊരു വചനം, കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫിൽ മദീനത്തി 4 വമിൻ ദുൽ ഹുലൈഫത്തി റകഅത്താൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വെച്ചാണെങ്കിൽ 4 റകഅത്തും, ദുൽ ഹുലൈഫയിൽ, ഇന്ന് ദുൽ ഹുലൈഫയ്ക്ക് അബിയാറു അലി എന്നാണ് പേര്, മദീനയിൽ നിന്ന് നമ്മൾ മക്കയിലേക്ക് വരുമ്പോൾ ഇഹ്റാം ചെയ്യുന്ന സ്ഥലം, അവിടെ വെച്ചായിരുന്നുവെങ്കിൽ 2 റകഅത്തുമായിരുന്നു നമസ്കരിച്ചിരുന്നത്. അപ്പോൾ കേട്ടുനിന്ന ആൾ ചോദിച്ചു, കം കാന ബൈനഹുമ, ഈ 2 സ്ഥലങ്ങൾക്കിടയിൽ ഏകദേശം എത്ര ദൂരമുണ്ട്? അപ്പോൾ ഒരു റിപ്പോർട്ട് പ്രകാരം 3 അംയാലിൻ ഔ 4 അംയാലിൻ, 3-4 മൈലുകളേ ഉള്ളൂ എന്നാണ്. മറ്റൊരു റിപ്പോർട്ട് പ്രകാരം 5 അംയാലിൻ ഔ 6 അംയാലിൻ, 5-6 മൈലുകൾ. ഈ 6 മൈല് എന്ന് പറഞ്ഞാൽ പോലും അത് 10 കിലോമീറ്റർ എന്നാണ് മാക്സിമം ഇന്നത്തെ കണക്ക്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയും, അപ്പോൾ യാത്രക്ക് ഖസ്റാക്കാനുള്ള പരിധിക്ക് പ്രത്യേകമായ ദൂരത്തിൻ്റെ അളവില്ല, മറിച്ച് സ്വന്തം നാടിൻ്റെ പുറത്തായിരിക്കണം. നാടിൻ്റെ പുറത്തായിരിക്കണം എന്ന് പറയുമ്പോൾ അതെവിടെയായിരിക്കണമെന്ന ചോദ്യത്തിന് അലി റളിയല്ലാഹു അൻഹു നൽകുന്ന ഫത്വ, അവനവൻ താമസിക്കുന്ന പ്രദേശത്തെ അവസാനത്തെ കെട്ടിടമേതാണോ ആ കെട്ടിടത്തിൻ്റെ അപ്പുറം കടക്കണം ഖസ്റാക്കണമെങ്കിൽ എന്നർത്ഥം. അതിനുള്ളിൽ ജംആക്കാവതല്ല. ളുഹുർ നമസ്കരിച്ചിട്ട് നബി പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ മദീനയിൽ നിന്ന് 4-4 ളുഹുറും അസ്റും നമസ്കരിച്ചിരുന്നത്. ളുഹുറിന് മുമ്പാണ് പോകാൻ ഉദ്ദേശിച്ചത് എങ്കിൽ യാത്രയിൽ ഒരിടത്ത് വെച്ചാണെങ്കിൽ 2-2 ഇപ്പം എന്ത് കിട്ടി? യാത്രക്കാരനാണെങ്കിൽ യാത്രക്ക് ഉദ്ദേശിക്കുന്നവനാണെങ്കിൽ പോലും യാത്ര തുടങ്ങുന്നത് വീട്ടിൽ നിന്നല്ല, വീടിൻ്റെ പുറത്ത്, നാടിൻ്റെ പുറത്തെത്തുമ്പോഴാണ് അവൻ യാത്രക്കാരൻ്റെ ആ നിയമത്തിനുള്ളിൽ, വൃത്തത്തിനുള്ളിൽ വരിക എന്നായി. ഇനി ജമ്മാണ്. ജമ്മ നിർബന്ധിത സാഹചര്യത്തിൽ മാത്രമാണ് നാട്ടുകാർക്ക് ഒന്നിച്ച് ജമ്മാക്കാൻ കഴിയുക. അതായത് മൂത്രവാർച്ചയുള്ള, ഇസ്തിഹാദത്ത്, ബ്ലീഡിംഗ് ഉള്ള സ്ത്രീകൾ, കിടപ്പിലായ രോഗികൾ, നിർബന്ധിതാവസ്ഥയിൽ രോഗിയുടെ കൂടെ നിന്ന് മാറാൻ കഴിയാത്ത വിധം പരിചരിക്കാൻ കൂടെ നിൽക്കേണ്ടി വരുന്ന ബൈസ്റ്റാൻഡർ, ഇങ്ങനെയുള്ള ആളുകളെയാണ് ആധുനിക ഫുഖഹാക്കൾ ഈ ഗണത്തിൽപ്പെടുത്തിയിട്ടുള്ളത്. ഇവർക്ക് പ്രത്യേകമായ സാഹചര്യങ്ങളിൽ
ജമ്മാക്കാവുന്നതാണ് നാട്ടിൽ നിന്ന് തന്നെ. പുതിയ കാലത്ത് ഏകദേശം ഒരു 5-6 മാസത്തിനുള്ളിൽ മാത്രമാണ് കല്യാണ പെണ്ണുങ്ങൾക്ക് ഈ പുതിയ കാലത്തുള്ള ഫാൻസി ഡ്രസ്സുകളൊക്കെ കൂടെ ധരിച്ച് ഉള്ളിടത്തോളം റൂഷ് പൗഡർ മുഴുവൻ മേലിൽ കൂടി വാരിയിട്ട് അങ്ങനെ ഇരിക്കുന്നൊരു സമയത്ത് പിന്നെ ഓല ഒന്നുകൊടുക്കാൻ ബുദ്ധിമുട്ടിയാൽ ഈ പൈസയൊക്കെ കൂടെ പോകും, അതുകൊണ്ട് അവർ ജമ്മാക്കിക്കോട്ടെ എന്ന ഫത്വ പുതിയ കാലത്ത് വന്നതാണ്. അതിന് കിതാബിൻ്റെ പിൻബലമില്ല, സുന്നത്തിൻ്റെ പിൻബലമില്ല, പൂർവ്വസൂരികളായ പണ്ഡിതന്മാരുടെ പിൻബലവുമില്ല. അപ്പോൾ ജമ അതിൻ്റെ നിയമം വേറെയാണ്, കസറിൻ്റെ നിയമം വേറെയാണ്. ജമ്മ കസറി എന്നത് മറ്റൊരു മേഖലയുമാണ്. അത് തിരിച്ചറിയേണ്ടതുണ്ട്, കൃത്യമായി പഠിച്ചു വെക്കേണ്ടതുമാണ്. മനസ്സിലായിട്ടോ തോന്നുന്നു അല്ലേ? ഓക്കെ. അസ്സാം വലൈക്കും. എൻ്റെ പേര് അജീസ് എന്നാണ്. അപ്പോൾ എൻ്റെ സംശയം എന്ന് പറയുന്നത്, നമ്മൾ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സൗദിയിലെ പണ്ഡിത സഭകൾ പുറപ്പെടുവിപ്പിക്കുന്ന ഫത്വകൾ അല്ലെങ്കിൽ പണ്ഡിതന്മാർ പുറപ്പെടുവിപ്പിക്കുന്ന ഫത്വകൾ അതേപടി സ്വീകരിക്കാറുണ്ടോ, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്നുള്ള എൻ്റെ ഒരു സംശയം. പിന്നെ രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ പുത്തൻ സലഫികൾ എന്നറിയപ്പെടുന്ന ഏതാനും മുജാഹിദുകളായ ആളുകൾ പറയുന്നുണ്ട് സംഘടന ബിദ്അത്താണ്, അനാചാരമാണ്, സംഘടനയിൽ പ്രവർത്തിക്കുന്നതും അനാചാരമാണ് എന്നുള്ളൊരു വാദം അവർ പറയാറുണ്ട്. ഈ രണ്ട് വിഷയങ്ങളിലും ഒരു വിശദീകരണം പ്രതീക്ഷിക്കുന്നു. ഒന്ന് ഫത്വ സ്വീകരിക്കുന്നതിൻ്റെ മാനദണ്ഡം. ആ മാനദണ്ഡത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സൗദിയിലെ ഫത്വ എന്നല്ല, ഏതൊരു ഫത്വ സ്വീകരിക്കുന്നതിനും നമുക്കൊരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചാൽ അത് പ്രാമാണികമായിരിക്കണം എന്നുള്ളതാണ്. ഫത്വ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേകമായ വിഷയത്തെ അധികരിച്ചു കൊണ്ട് നടത്തുന്ന നിവാരണം, അല്ലെങ്കിൽ അവരുടെ സംശയം നിവാരണം വരുത്തി കൊടുക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ അവർക്ക് ആ വിഷയത്തിലേക്ക് മാത്രം ഒതുങ്ങി കൊടുക്കുന്ന പ്രസ്താവനകളാണ് യഥാർത്ഥത്തിൽ ഫത്വ എന്ന് പറയുന്നത്. അത് നമുക്കറിയാം, സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഫത്വ മാറിയെന്ന് വരാം. ഇപ്പോൾ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് അവൻ്റെ സ്വകാര്യ ഭാഗം തൊട്ടാൽ വുളൂ മുറിയോ, ഒരാളോട് മുറിയും എന്ന് പറഞ്ഞു, ഒരാൾ മുറിയില്ല എന്ന് പറഞ്ഞു. രണ്ടും രണ്ട് സാഹചര്യമാണ്. അപ്പോൾ അതെന്താണെന്നുള്ള പിന്നെ വിശദീകരിക്കേണ്ടി വരും. അപ്പോൾ ഫത്വ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സന്ദർഭവും സാഹചര്യവും ഒക്കെ നോക്കി നൽകുന്ന ഫത്വകൾ ഉണ്ടാവും. അത് പഠിച്ചു പറയുന്ന പണ്ഡിതന്മാരങ്ങനെ പറയും. ഏതൊരു ഫത്വയാണെങ്കിലും നമ്മൾ അവലംബിക്കണമെങ്കിൽ, നമ്മളത് സ്വീകരിക്കണമെങ്കിൽ അതിന് പൊതുവായ ഒരു നിലപാടുള്ളത് അത് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ളതാവണം എന്നുള്ളതാണ്. അങ്ങനെ ആര് ഫത്വ പറഞ്ഞാലും സ്വീകരിക്കും. ഇനി അതല്ല, എത്ര വലിയ പണ്ഡിതനാണെങ്കിലും ആ ഒരു പ്രാമാണികമായ പിൻബലമില്ലാതെ ഫത്വ പറഞ്ഞാൽ സ്വീകരിക്കേണ്ടതില്ലെന്നല്ല, സ്വീകരിക്കാൻ പാടുള്ളതുമല്ല. മാത്രമല്ല, ഫത്വകളെ അവലംബിച്ച് പോവുക അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പ്രസ്താവനകളെ അവലംബിച്ച് പോവുക എന്നുള്ള ശൈലിയില്ല. ഉദാഹരണം പറഞ്ഞാൽ, മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഒരു നാട്ടിലൂടെ നടന്നു പോകുമ്പോൾ അവിടത്തേക്ക് ആവശ്യമായ കുറച്ച് മസ്അലകൾ എഴുതി തരണം എന്ന് വിശ്വാസപരമായ കുറേ കാര്യങ്ങൾ, സംശയങ്ങൾ ചോദിച്ച് അതിന് മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതി. ആ ഗ്രന്ഥം വലിയ വിവാദങ്ങളിലേക്ക് വഴിതെളിച്ചു. നാട്ടിൽ വലിയ കുഴപ്പങ്ങളായി, ബഹളങ്ങളായി, ചർച്ചകളായി, പല പണ്ഡിതന്മാർ രംഗത്ത് വന്നു. അപ്പോൾ ആ വിഷയം നേരെ അമീറിൻ്റെ അടുക്കലേക്ക് എത്തി, ഖലീഫയുടെ അടുക്കലേക്ക് എത്തി. അപ്പോൾ ഖലീഫ ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചുകൂട്ടി. 4 മദ്ഹബിൻ്റെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, അവിടുത്തെ ഖാദി ഖുദാത്തുകൾ, ജഡ്ജിമാർ, അങ്ങനെ എല്ലാ ആളുകളെയും സദസ്സിൽ വിളിച്ചുകൂട്ടി. മറുഭാഗത്ത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ നൽകിയ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത മറുപടികൾ ഈ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കി, പല വിധത്തിൽ ബഹളങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് നിങ്ങളുടെ നിലപാടെന്ന് ഈ പണ്ഡിതന്മാരുടെ മുന്നിൽ വെച്ച് പറയണം. അപ്പോൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ആ വിഷയത്തിൽ എന്താണ് ഖുർആനും തിരുസുന്നത്തും പറയുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സദസ്സിൻ്റെ മുന്നിൽ നിലപാടുകൾ വ്യക്തമാക്കി പറഞ്ഞു. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ വിശദീകരണം കേട്ടപ്പോൾ സദസ് ഒന്നടങ്കം പറഞ്ഞു, ഇത് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞതുപോലെ തന്നെയാണല്ലോ താങ്കളും പറയുന്നത്. നിങ്ങൾ ഈ പറഞ്ഞത് അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞതുപോലെ തന്നെയാണല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞാൽ അത് തന്നെ, ഞാൻ അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞതുപോലെ തന്നെയാണ് പറഞ്ഞത് എന്നാ പറഞ്ഞ ആ സമയത്ത് കയ്യടി വാങ്ങേണ്ടത്. പക്ഷേ അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞത്, ഞാൻ എന്നല്ല, ലോകത്തൊരാളിൽ നിന്ന് ഒരു കാര്യം സ്വീകരിക്കുമ്പോൾ അത് ഒരു വ്യക്തിയിൽ നിന്നല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതനിൽ നിന്നല്ല, ഒരു പണ്ഡിതന്റെ പേരിലുമല്ല. അഹ്മദ് ബിൻ ഹംബലിന് ഈ വിഷയത്തിൽ ഒരു പ്രാധാന്യവുമില്ല. നേരെ മറിച്ച് അഹ്മദ് ബിൻ ഹംബലാകട്ടെ, അതിനേക്കാൾ വലിയൊരാളാകട്ടെ, അല്ലെങ്കിൽ അതിലും ചെറിയ ആളാകട്ടെ, ഒരു കാര്യം സ്വീകരിക്കുന്നതിൻ്റെ മാനദണ്ഡം ആ പറയുന്നത് പ്രാമാണികമാണോ, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പിൻബലമുണ്ടോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇവിടെ അഹ്മദ് ബിൻ ഹംബലിന് ഒരു പ്രത്യേകതയുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സദസ്സിനെ പഠിപ്പിക്കുന്നത്. ഇതൊരു നിലപാടാണ്.
ആ നിലപാട് എല്ലാ വിഷയത്തിലും നമ്മൾ സ്വീകരിക്കണം. ഫത്വകളുടെ പിന്നാലെ പോയാൽ നമ്മെ സംബന്ധിച്ച് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം, അത് ഒരിക്കലും ആധികാരികമായ ദലീലല്ല, തെളിവല്ല. അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരാൾക്ക് നൽകുന്ന ദീനിയായ ഉപദേശങ്ങളാകും. അതിന് സാഹചര്യങ്ങൾ നോക്കും, സന്ദർഭങ്ങൾ നോക്കും, ഫത്വ പറയുന്ന ആളിൻ്റെ ഹാല് നോക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ പിന്നാലെ ഉണ്ട്. ഫത്വ എന്ന നിലക്ക് ഫത്വ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു അവസ്ഥയിൽ മാത്രമാണ്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ മണ്ണിൽ ഈ ഫത്വകളുടെ പിന്നാലെ പോയി ഉണ്ടായ പുകിലുകൾ അതിന് നിവാരണം വരുത്തിയത്, അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാൻ ശ്രമിച്ചൊരു പ്രസ്ഥാനം കൂടിയാണ് മുജാഹിദ് പ്രസ്ഥാനം. പഴയ കാലഘട്ടത്തിൽ നമ്മൾ മക്തി തങ്ങളെ പോലുള്ള ആളുകളൊക്കെ പാടി നടന്നൊരു പാട്ട് തന്നെ ഉണ്ടെന്ത്, എന്താണ് മക്തി തങ്ങൾ പാടിയൊരു പാട്ടുണ്ടല്ലോ, എന്ത്, അടുക്കള വിട്ടു പോയില്ല, അറിവുള്ളവരെ കണ്ടില്ല, കിതാബൊന്നും മോദിയില്ല, ഫത്വക്കൊട്ട് മുട്ടില്ല എന്നാണ്. ചോദിക്കുന്നവരൊക്കെ ഫത്വ കൊടുക്കും. അപ്പോൾ എല്ലാത്തിനും ഫത്വ കിട്ടും. നമ്മുടെ നാട്ടിൽ അന്വേഷിച്ചാൽ കിട്ടാത്ത ഫത്വയൊന്നുമില്ല. അപ്പോൾ ഫത്വയുടെ പിന്നാലെ പോകലല്ല, നേരെ മറിച്ച് പ്രമാണങ്ങളിൽ നിന്ന് കാര്യങ്ങളെ മനസ്സിലാക്കലാണ് നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ആ സംഘടന പാടില്ല, തിന്മയാണെന്ന് പറയുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. അത്തരം ആളുകളുണ്ട്. നമുക്കറിയാം കുവൈത്തിലെ ജഹ്റ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്നാണ് അത്തരം ഒരു വാദത്തിൻ്റെ ഉത്ഭവം ഒരു കാലഘട്ടത്തിൽ രൂപപ്പെട്ടത്. അത് വലിയ വിവാദങ്ങളിലേക്ക് വഴിവെച്ചിട്ടുണ്ട്. അത്തരം സംഘടന വേണ്ട എന്ന് പറഞ്ഞു വന്നിരുന്ന ആളുകൾ തന്നെ മുന്നോട്ട് വെച്ചൊരു ഗ്രന്ഥമുണ്ട്. അതായത് ജമാഅത്തുൻ വാഹിദ ലാ ജമാഅത്ത് വസിറാത്തുൻ വാഹിദ് ലാ അശറാത്ത് എന്ന് പറയുന്ന ഈ അടുത്ത കാലഘട്ടത്തിൽ മരണപ്പെട്ടു പോയ ഷെയ്ഖ് റബീ ബിൻ ഹാദി അൽ മദ്ഖലി അദ്ദേഹം എഴുതിയ ഒരു ഗ്രന്ഥമാണത്. ആ ഗ്രന്ഥം യഥാർത്ഥത്തിൽ അതിൻ്റെ പേര് കേട്ടപ്പോൾ ഇവർ വിചാരിച്ചത് സംഘടന പാടില്ല എന്ന് പറയുന്ന ഗ്രന്ഥമാവും എന്നാണ്. കാരണം എന്ന് വെച്ചാൽ ജമാഅത്തുൻ വാഹിദ ലാ ജമാഅത്ത്, പല സംഘങ്ങളല്ല, ഒറ്റ സംഘം. അതുപോലെ തന്നെ സിറാത്തുൻ വാഹിദ് ലാ അശറാത്ത്, 10 വഴികളല്ല, ഒറ്റ വഴി എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ പുറംചട്ട കണ്ട ആളുകൾ വിചാരിച്ചത് ഇത് സംഘടന തിന്മയാണെന്ന് പറയുന്ന പ്രൊമോട്ട് ചെയ്തൊരു പുസ്തകമാണിത്. പക്ഷെ ആ കിതാബിൽ തന്നെ സംഘടിത പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം കൊടുക്കുന്നത് കാണാൻ കഴിയും. ആ ഭാഗത്ത് വിശദീകരിക്കുന്ന ഒരു വാചകം അമ്രുൽ അവ്വൽ ഫഖൂൽ ഇന്നി ഇലാ യൗമി ഹാദാ ലാ അഅരിഫു അഹദൻ മിനൽ മുസ്ലിമീന യുഹരിമുൽ അമലൽ ജമാഇ അൽ മശ്റൂഅ്. അദ്ദേഹം പറയാണ്, ഈ കാലം അത്രയും, ഈ ദിവസം വരെ ലാ അഅരിഫു അഹദൻ മിനൽ മുസ്ലിമീന, മുസ്ലിമീങ്ങൾ ഒരാളെയും എനിക്കറിഞ്ഞുകൂടാ, ഈ സംഘടിത പ്രവർത്തനം അത് ഒരു ഹറാമായ സംഗതിയാണ് എന്ന് പറയുന്ന ഒരാളെയും, ഒരു സലഫിനെയും ഞാൻ കണ്ടിട്ടില്ല. അഹദൻ മിന സലഫീന, ഒരു സലഫിയെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വഅക്ബറു ദലീലിൻ അലാ ഹാദാ വാഖിഉ സലഫീന ഫീ കുല്ലി മകാൻ. സംഘടന പറ്റും എന്നതിന് തെളിവ് ലോകത്തെവിടെയൊക്കെ സലഫികളുണ്ടോ അവർക്കൊക്കെ സംഘടനയുണ്ട് എന്നുള്ളതാണ്. ഇത് ലഹും മദാരിസ് വജാമിഅത്ത് ലഹാ ഇദാറത്തുഹാ വമസ്ഊലുഹാ വഅസാതിദുഹാ എന്നിങ്ങനെ തുടങ്ങിയിട്ട് പറയണം. വലഹും ജംഇയ്യാത്ത് ഫിൽ ഹിന്ദ് വപാകിസ്ഥാൻ വബംഗ്ലാദേശ് വഗൈരിഹാ. അതായത് ലോകത്ത് സലഫികൾ, അവർ ഇന്ത്യയിലാണെങ്കിലും പാകിസ്ഥാനിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും ഈജിപ്തിലാണെങ്കിലും ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും അവർക്കൊക്കെ സംഘടനയുണ്ട്, സംഘടിതമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ ഏറ്റവും വലിയ ദലീൽ. അപ്പോൾ നമുക്കറിയാം, ഈ വിഷയത്തിൽ റിസർച്ച് ചെയ്യുന്ന വലിയ പഠനങ്ങൾ നടത്തിയ ഒരു പണ്ഡിതനാണ്, ആ വിഷയത്തിൽ പുസ്തകം തന്നെ എഴുതിയ ആളാണ്. അദ്ദേഹം പഠിപ്പിക്കുന്ന കിബാറുൽ ഉലമാഇന്റെ ഗണത്തിൽ എണ്ണുന്ന വ്യക്തിത്വങ്ങൾ തന്നെ ലോകത്തോട് വിളിച്ചു പറയുന്നത് അതെ, ഇന്നി ഇലാ യൗമി ഹാദാ ലാ അഅരിഫു അഹദൻ മിനസ് സലഫിയീന, സലഫികളിൽ ഒരാളെയും എനിക്കറിഞ്ഞുകൂടെ ഇതുവരെ ഇത് ഹറാമാണ്, പാടില്ലാത്തതാണ്, നിഷിദ്ധമാണ് എന്ന് പറയുന്ന ഒരു സലഫിയും ഞാൻ അറിയൂല എന്നാണ് ആ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഇത് സംബന്ധമായി നിരവധി ഉലമാക്കൾ ഇത് വിശദീകരിച്ചത്, പറഞ്ഞത്, സംഘടനാ പ്രവർത്തനം അത് അനുവദനീയമാക്കി പഠിപ്പിച്ചത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷെ ചില തൽപര കക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒറ്റക്ക് മാറൽ അവരുടെ ആവശ്യങ്ങളാവാം, അതല്ലെങ്കിൽ അത്തരം വ്യക്തിപരമായ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഏതെങ്കിലും ഒരിടത്ത് ചടഞ്ഞുകൂടൽ അവരുടെ ആവശ്യമാകാം. അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു വാദഗതി ഉപയോഗപ്പെടുത്തുകയാണ് അവർ ചെയ്യുന്നത്. അത് സലഫികളായ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും സംഘടന അതാണ് പ്രശ്നമാണ്, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യും. സ്വാഭാവികമാണ്. നമുക്കറിയാം, ഒരു കൂട്ടായ്മയുണ്ടാകുമ്പോൾ അതിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഘടിപ്പിച്ച പ്രവാചകന്റെ ആ ആൾക്കൂട്ടത്തിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. നമുക്കറിയാം, എല്ലാവരും പരിശുദ്ധ നെയ്യുകളല്ല, പരിശുദ്ധന്മാരല്ല, സിദ്ദീഖുകളല്ല.
എല്ലാവരും ആ രൂപത്തിൽ ഉയർന്ന ആളുകളല്ല, പല ആളുകളുമുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളികൾ നോക്കിയാൽ പലതരത്തിലുള്ള ആളുകൾ. പക്ഷേ ആ കൂട്ടായ്മയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഗണിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം ആളുകളെ കൂടെ തന്നെ, അതിൽ പല കാറ്റഗറികളുണ്ടെങ്കിലും അതിൽ കൂടിയവരും കുറഞ്ഞവരും ഉണ്ടെങ്കിലും കുറഞ്ഞവരെ കൂടിയവരാക്കാനുള്ള പരിശ്രമം നടത്തി ആ കൂട്ടായ്മ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു സംവിധാനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാലഘട്ടത്തിലുള്ളത്. അല്ലാതെ എല്ലാവരും പരിശുദ്ധരായ ആളുകൾ മാത്രം എന്ന് പറയുന്നൊരു സിസ്റ്റമല്ല. ഈ സംഘടന വേണ്ട എന്ന് പറയുന്ന ആളുകൾ പറയുന്ന അവരുടെ കൂട്ടത്തിൽ അത്തരം ആളുകൾ ഇത്തരം ആളുകൾ ഉണ്ട്, സ്വാഭാവികമാണ്. എല്ലാത്തിലും ഉണ്ടാവും, ഒരാൾക്കൂട്ടത്തിൽ എല്ലാം ഉണ്ടാവും. നമുക്ക് ഉള്ള ഒരു ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ മോശമായൊരു സാഹചര്യത്തിലേക്ക് ആളുകളെ തള്ളിവിടലല്ല, നേരെ മറിച്ച് ഈമാനികമായി കുറഞ്ഞ ആളുകളും കൂടിയ ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറഞ്ഞ ആളുകളെ വിശ്വാസപരമായി ഈമാനികമായി അഖീദപരമായി ഉയർത്തിക്കൊണ്ടുവരിക എന്നതുകൂടി നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് അതിന് ഏറ്റവും അനുവദിക്കപ്പെട്ട ഒരു മാർഗം എന്ന നിലക്ക് തന്നെയാണ് നമ്മൾ സംഘടനയെ ഉപയോഗപ്പെടുത്തുന്നത്. ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടത്, നമുക്കറിയാം 100 വർഷങ്ങൾക്ക് മുമ്പ് 1924 ആലുവയിൽ വെച്ചുകൊണ്ട് കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന ഉണ്ടാക്കിയപ്പോൾ തുടങ്ങിയ ചോദ്യമായത്. അന്ന് ചോദ്യം ചോദിക്കാൻ വന്നത് നമ്മുടെ നാട്ടിലെ മൗലവിമാരാണെന്ന് മാത്രം. ആ മുസ്ലിയാക്കന്മാരെ ഒരുക്കിയത് ബഹുമാനനായ മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജിയും അതുപോലെ തന്നെ ഇ.കെ. മൗലവിയും 100 കൊല്ലങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ സഞ്ചരിച്ച് 500-ലധികം പണ്ഡിതന്മാരെ ആലുവയിൽ തീയടക്കം കൊടുത്തുകൊണ്ട് അവരെ എത്തിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ആ 500-ലധികം പണ്ഡിതന്മാരെ എത്തിച്ച് അവിടെ വെച്ചുകൊണ്ട് അബ്ദുൽ ജബ്ബാർ ഹസ്രത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടനയെ ആദ്യമായി രൂപീകരിച്ചപ്പോഴാണ് കൂട്ടത്തിലൊരു മുസ്ലിയാർ എഴുന്നേറ്റ് കൊണ്ട് ചോദിച്ചത്, ഇതിന് ദലീൽ എന്താണ്, ഇതിന് ദലീൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇ.കെ. മൗലവി എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു, വൽതക്കും മിൻകും ഉമ്മ യദ്ഉന ഇലൽ ഖൈർ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുർആനിൽ ആയത്തുണ്ടല്ലോ. എന്ത്, നിങ്ങളിൽ ഒരു ഉമ്മത്തുണ്ടായ ഒരു സംഘം ഉണ്ടായിരിക്കട്ടെ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, തിന്മ വിരോധിക്കുന്ന, സദാചാരം കൽപ്പിക്കുന്ന ഒരു സംഘമുണ്ടായിരിക്കട്ടെ, അവർക്കാണ് വിജയമുള്ളത് എന്ന് ഖുർആനിൽ ആയത്തുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് ഈ മുസ്ലിയാർ എഴുന്നേറ്റ് പറഞ്ഞത്, ഞാൻ ചോദിച്ചത് ദലീലാണ്, നിങ്ങൾ ഓതിയത് ഖുർആനാണ് എന്നാണ്. അപ്പോൾ ഈ ഉസ്താദിന്റെ വിചാരത്തിൽ ഖുർആൻ ദലീലല്ല. അപ്പോൾ ഇ.കെ. മൗലവി അബ്ദുൽ ജബ്ബാർ ഹസനത്തിനോട് പറഞ്ഞു, നിങ്ങളുടെ ശിഷ്യന്മാരാണ് ഈ പറയുന്നത്, നിങ്ങളുടെ ശിഷ്യന്മാരാണ്, അന്ന് വെല്ലൂർ പോയി പഠിച്ചു വരുന്ന ആളുകളാണ്, നിങ്ങളുടെ ശിഷ്യന്മാരാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ അബ്ദുൽ ജബ്ബാർ ഹസരത്ത് വളരെ രൂക്ഷമായി ആ ചോദ്യം ചോദിച്ച ഉസ്താദിനെ അവിടെ അടക്കിയിരുത്തി എന്നുള്ളത് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. ആ 100 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ചോദ്യം ഇപ്പോഴും ചില ആളുകൾ 100 കൊല്ലങ്ങൾക്ക് ശേഷവും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. അത് കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത്. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ അകത്ത് നിന്ന് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടൊരു വിഭാഗം പറയുന്നു കണ്ണേറ് ഫലിക്കുമെന്ന്, കണ്ണേറുണ്ടെന്ന്. കുറച്ച് ആളുകൾ പറയുന്നു കണ്ണേറില്ലെന്ന്. എന്നാൽ ചില ഇസ്ലാമല്ലാത്ത ചില അന്യ സമുദായക്കാർ കണ്ണേറുണ്ടെന്ന് വിചാരിച്ചു കൊണ്ടിട്ട് ഒരു പ്രത്യേകതരം രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വീടിൻ്റെ വാതിക്കൽ കെട്ടിത്തൂക്കിയിടും. അത് കണ്ണേർ ഫലിക്കാതിരിക്കാൻ വെച്ചേക്കണെയാണ്. എന്നാൽ ഇസ്ലാമിൽ കണ്ണേറിന് എതിരെയുള്ള ഒരു പ്രാർത്ഥന കാണുന്നുണ്ട്. എന്നാൽ ചില സഹോദരങ്ങളുടെ പ്രസംഗത്തിൽ കേൾക്കുന്നുണ്ട്, അങ്ങനെ കണ്ണേറുണ്ടായിരുന്നെങ്കിൽ ഇവിടെ യൂസഫ് അലിയെ പോലുള്ള ആളുകൾ, അല്ലെ പല ആളുകളെ പോലുള്ള ആളുകൾ ഇവിടെ അവരെയൊക്കെ കണ്ണേർ വെച്ചിട്ട് നശിപ്പിച്ചാൽ പോരുന്നു. അങ്ങനെ കണ്ണേറെന്ന് നിഷേധിക്കുന്നത്. ഇസ്ലാമിൽ കൃത്യമായി കണ്ണേർ എന്താണ് കണ്ണേറിനെ കുറിച്ചുള്ള നിലപാട്? അത് ഇസ്ലാമിൽ ഹക്കീകത്തുള്ളതാണോ? വിശദീകരിക്കണം. കണ്ണേറുമായി ബന്ധപ്പെട്ട് 3 തരം വിശ്വാസങ്ങൾ നിലനിൽക്കുന്നു എന്നർത്ഥം. ഒന്ന്, കണ്ണേറ് ഫലിക്കും എന്ന വിശ്വാസം. മറ്റൊന്ന്, കണ്ണേറ് ഫലിക്കുകയില്ല എന്ന വിശ്വാസം. മൂന്നാമത്, കണ്ണേറ് ഫലിക്കും എന്നതിനാൽ അതിന് പലതരം രൂപങ്ങളുണ്ടാക്കി വീടിൻ്റെ അവിടെയും ഇവിടെയൊക്കെ കെട്ടിവെക്കുന്നു എന്ന ഒരു വിശ്വാസവും. ഇതിനിടയിൽ ഇസ്ലാം എന്താണ് പറയുന്നതെന്ന്, ഇസ്ലാം എന്താണെന്ന് പറയുന്നതിന് ഒറ്റ മറുപടിയാണുള്ളത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറിൻ്റെ 63-ാമത്തെ ആയത്ത്, ആ ആയത്തിൻ്റെ നടുവിൽ ഫൽ യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ യുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടുകൾക്കെതിരെ നിലപാടുകൾ എടുക്കുന്നവർ, അവർക്ക് ദുനിയാവിൽ കഠിനമായ പരീക്ഷണങ്ങളും അല്ലെങ്കിൽ പരലോകത്ത് വേദനയേറിയ ശിക്ഷ വരും എന്ന് ഭയപ്പെടട്ടെ. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഹാഫിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഫൽ അഖ്വാലു വൽ അഅമാലു
തൂസനു ബി അഖ്വാലിഹി വ അഅമാലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫമാ വാഫഖ ഖുബില വമാ ഖാലഫ ഫമർദൂദുൻ അലാ ഖായിലിഹി വ ഫാഇലിഹി ഖായിനം മൻ കാൻ. ഈ ആയത്ത് പറയുന്നത് വിശ്വാസ രംഗത്തുണ്ടാകുന്ന, കർമ്മരംഗത്തുണ്ടാകുന്ന, ആരാധനാ രംഗത്തുണ്ടാകുന്ന ഓരോ വാക്കും പ്രവൃത്തിയും അത് തൂസനു ബി അഖ്വാലിഹി വ അഅമാലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളോടും പ്രവൃത്തികളോടും കമ്പയർ ചെയ്യണം, താരതമ്യം ചെയ്യണം. ഫമാ വാഫഖ, ആ വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും കർമ്മവും നബിതങ്ങളുടെ വാക്കോടും പ്രവൃത്തിയോടും യോജിച്ചു വരുന്നതാണെങ്കിൽ ഖുബില, അത് ഈ സമുദായത്തിന് സ്വീകാര്യമാണ്. വമാ ഖാലഫ, അതിനോട് വിയോജിച്ചു വരുന്നതാവട്ടെ ഫമർദൂദുൻ അലാ ഖായിലിഹി വ ഫാഇലിഹി, അത് പറഞ്ഞവനും ചെയ്തവനും തന്നെ ഏറ്റെടുത്തു കൊള്ളണം. ഈ സമുദായം അത് ഏറ്റെടുക്കേണ്ടതില്ല. കാഇനം മൻ കാൻ, പറഞ്ഞത് എത്ര കൊല കൊമ്പനാണെങ്കിലും എന്ന് ഇബ്നു കസീർ റഹിമഹുല്ല പണ്ടേ ആയത്ത് വ്യാഖ്യാനിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തന്നെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണേറിനെതിരെ പ്രാർത്ഥിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ഉണ്ടല്ലോ. കണ്ണേറിനെതിരെ അഊദു കലിമാത്തില്ലാഹി താമ്മാത്തി മിൻ കുല്ലി മാ ഖലഖ വമിൻ ശർരി ഐനിൻ ലാമ്മ, വമിൻ ശർരി ഐനിൻ ലാമ്മ, എല്ലാ കണ്ണുകളുടെ കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹുവേ നിന്റെ സമ്പൂർണ്ണ നാമങ്ങൾ കൊണ്ട് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ചോദ്യകർത്താവ് സഹോദരൻ തന്നെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ട് വന്നാൽ പിന്നീട് മുസ്ലിം ലോകത്തിൻ്റെ നിലപാട് എന്തായിരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. വിശുദ്ധ ഖുർആൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലയും പറഞ്ഞു. ഇനി അഹ്ലു സുന്നത്തിൻ്റെ ആ വിഷയത്തിലെ നിലപാട് ഇദാ സബത നഖ്ലു ബതലൽ അഖിൽ എന്നാണ്. രേഖ പ്രമാണം സ്ഥിരപ്പെട്ടാൽ ബതലൽ അഖിൽ, ബുദ്ധിപരമായ ന്യായീകരണങ്ങൾക്ക് വിലയില്ല, അത് അതോടുകൂടി ദുർബലമായി പോകും എന്നാണ്. അപ്പം എന്താ നമുക്ക് മനസ്സിലായി? കണ്ണേറുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അതിന് രൂപങ്ങളും ചിത്രങ്ങളും അവിടെ ഇവിടെ കെട്ടിവെക്കലല്ല, പ്രാർത്ഥനയാണ് അതിൻ്റെ പ്രതിക്രിയ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അതുണ്ട്, അതിനെതിരെ പ്രാർത്ഥിക്കുക, നിത്യജീവിതത്തിൽ നിരന്തരമായി പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ പേരമക്കളെ രണ്ടുപേരുടെയും തലയിൽ കൈവച്ച് എല്ലാ വൈകുന്നേരങ്ങളിലും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഉഈദുകുമാ ബികലിമാത്തില്ലാഹി തമാത്തി മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഐനിൻ ലാമ്മ വമിൻ ശർരി ശൈത്താനിൻ വഹാമ്മ വമിൻ ശർരി കുല്ലി നഫ്സ്. പ്രാർത്ഥന മുസ്ലിം ഉമ്മത്ത് പഠിക്കട്ടെ, അവരവരുടെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, വല്യപ്പമാർ പേരക്കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കണ്ണേർ ബാധിക്കുകയില്ല എന്ന് പഠിപ്പിച്ചതും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അങ്ങനെ ഒരു റിപ്പോർട്ട് സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട് എന്നത് അംഗീകരിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് പിന്നെ എന്ത് പാടില്ല? അതിന് മറുവാദം പാടില്ല. ആ മറുവാദം അവരെ അപകടത്തിലേക്ക് എത്തിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് നമ്മളോട്. ആ ഇബാറത്തിൻ്റെ അവസാനം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത് കായിനം മൻ കാൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയും കമാ സബത ഫി സ്വഹീഹൈൻ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. മതിയെ പൂർണ്ണല്ലേ? ആണല്ലോ, റൈറ്റ്. അതായത് ഈ കഴിഞ്ഞ ദിവസം 2 വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ആത്മഹത്യ ചെയ്തത്. അതായത് ഒരു എൻജിനീയർ കടലിൽ ചാടി ആത്മഹത്യ ചെയ്തു, വേറെ ഒരു ഡോക്ടർ ആത്മഹത്യ ചെയ്തു. അപ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് ഈ പ്രയാസങ്ങൾ തരണം ചെയ്യാനായിട്ട് സാധ്യമല്ല. അപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ കേൾക്കുന്ന യുവാക്കളോടും കൂടിയാണ്, അള്ളാഹു നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഈ പ്രയാസങ്ങളെ തരണം ചെയ്യാൻ ഇസ്ലാം എന്താണ് മുന്നോട്ട് വെക്കുന്നത്? കാരണം വിദ്യാഭ്യാസം കൊണ്ടോ വിവരം കൊണ്ടൊന്നും ഈ ഭൂമിയിലെ ജീവിതം പ്രയാസങ്ങൾ തരണം ചെയ്യാൻ സാധ്യമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരു പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള ഉപദേശം എവിടെ നിന്നാണ് ലഭിക്കുക? വിശദീകരിക്കണം. ബഹുമാനനായ സുഹൃത്ത് നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വളരെ വേദനാജനകമായ ചില സംഭവ വികാസങ്ങളിലേക്കാണ് ശ്രദ്ധ ക്ഷണിച്ചത്. ഇവിടെ പർട്ടിക്കുലറായി ഇവിടെ പരാമർശിക്കപ്പെട്ട വാർത്തകളെക്കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ, അത് പിന്നെ ആത്മഹത്യ ചെയ്തതിൻ്റെ പശ്ചാത്തലം ഒന്നും അറിഞ്ഞൂടാ. എന്ത് തന്നെയാണെങ്കിലും സൂയിസൈഡ് എന്ന് പറയുന്നത്, ആത്മഹത്യ എന്ന് പറയുന്നത്
നമ്മളുടെ സമൂഹത്തിൽ മുമ്പൊന്നുമില്ലാത്ത വിധം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പൊതുവിൽ പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. അതും വളരെ ചെറുപ്പക്കാരായ കൗമാരത്തിലൊക്കെയുള്ള കുട്ടികൾ വരെ ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥാവിശേഷം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണമായി പൊതുവിൽ പറയപ്പെടുന്നത് ഡിപ്രഷനാണ്. ഡിപ്രഷൻ എന്ന് പറയുന്ന ഈ വിഷാദം, അല്ലെങ്കിൽ വളരെ ഭീകരമായ രീതിയിൽ ജീവിതത്തെപ്പറ്റി തോന്നുന്ന ഫ്രസ്ട്രേഷൻ, നിരാശ, ഇതൊക്കെ പുതിയ തലമുറയിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ എന്ന് പൊതുവിൽ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരൊക്കെ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു സമയമാണിത്. ഡിപ്രഷൻ ഒരിക്കലും നമ്മൾ നിസ്സാരവൽക്കരിക്കേണ്ട ഒരു കാര്യമല്ല. നമ്മളിപ്പോൾ ഈ സൂയിസൈഡ് വാർത്തകൾ വായിക്കുമ്പോൾ അവർ ഏത് മാനസികാവസ്ഥയിലായിരുന്നു എന്ന് നമ്മൾക്ക് പറയാൻ പറ്റൂല. അവർ പൂർണ്ണമായി അവരുടെ മനസ്സിൻ്റെ സന്തുലനം നഷ്ടപ്പെട്ട് ഒരു സൈക്കാട്രിക്കായ ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മൾ ഭ്രാന്ത് എന്നൊക്കെ പറയുന്ന മനോനില കൈവിട്ടു പോകുന്ന ഏതെങ്കിലും അവസ്ഥയിലേക്ക് അവർ പോയിരുന്നോ, അവർ അതല്ലാതെ സ്വബോധത്തോടു കൂടി തന്നെയാണോ അവരത് ചെയ്തത് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വ്യക്തികളെ ഈ വിഷയത്തിൽ നമ്മൾ വിലയിരുത്തുന്നതിലോ വിധിക്കുന്നതിലോ അർത്ഥമില്ല. അത് അള്ളാഹു നീതിമാനായതുകൊണ്ട് തന്നെ നീതിക്ക് വിരുദ്ധമായൊരു വിധി പടച്ചോൻ്റെ അടുത്ത് നിന്ന് എന്തായാലും ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ വളരെ പരിഹാസത്തോടു കൂടി നോക്കിക്കാണേണ്ട ഒരു കാര്യമല്ല. ആൾക്കാരിങ്ങനെ ഡിപ്രസ്ഡ് ആയാൽ, ഡിപ്രഷന് ഇങ്ങനെ അടിമപ്പെട്ടാൽ എന്താണ് ചെയ്യുക എന്നൊക്കെ ചോദിക്കുമ്പോൾ തീർച്ചയായും വളരെ സിമ്പതി അർഹിക്കുന്ന, അതിൽ കൂടുതൽ എമ്പതി അർഹിക്കുന്ന, പലപ്പോഴും നല്ല കൗൺസിലിങ്ങും തെറാപ്പിയും ഒക്കെ ആവശ്യമുള്ള, നമ്മൾ നിസ്സാരവൽക്കരിച്ചുകൂടാത്തൊരു പ്രശ്നമാണത്. നമ്മളുടെ ചുറ്റുഭാഗത്തും ചിലപ്പോൾ ഡിപ്രഷൻ അനുഭവിക്കുന്ന മനുഷ്യരുണ്ടാകും, പല കാരണങ്ങളാൽ ഡിപ്രഷൻ അനുഭവിക്കുന്ന മനുഷ്യരുണ്ടാകും. അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ, മെഡിക്കൽ ഇൻ്റർവെൻഷൻസ് ആവശ്യമുള്ള സമയത്ത് അത്തരം ഇൻ്റർവെൻഷൻസ് അടക്കം നടത്തിക്കൊണ്ട് തന്നെ, എക്സ്പേർട്സിനെ ഇടപെടിച്ചുകൊണ്ട് തന്നെ, കൗൺസിലേഴ്സിനെ ഇടപെടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾക്ക് തന്നെ പരിഹരിക്കാൻ കഴിയുമെന്ന് നമ്മൾ വിചാരിക്കരുത്. ഡിപ്രഷനെ പറ്റി ആധുനിക ലോകത്ത് വലിയ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പഠനങ്ങൾ ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥ എന്തുമാത്രം കോംപ്ലക്സ് ആണ് എന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അതിന് ചികിത്സിക്കുവാൻ പലപ്പോഴും നല്ല എക്സ്പെർട്ടൈസ് ആവശ്യമുണ്ടാകും, നല്ല ട്രെയിനിങ് കിട്ടിയ ആൾക്കാർ തന്നെ ആവശ്യമുണ്ടാകും എന്നാ പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യേണ്ട ഒരു കാര്യമല്ല. ആധുനിക ലോകത്ത് ഡിപ്രഷൻ വ്യാപിക്കുന്നുണ്ടെങ്കിൽ, പടർന്നു പിടിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വളരെ ലളിതമായി തള്ളിക്കളയുന്നതിന് പകരം അതിനെ ഗൗരവത്തിലെടുക്കാനും ശാസ്ത്രീയമായ പരിഹാരങ്ങൾ അതിനുണ്ടാക്കാനും നമ്മൾ ശ്രമിക്കേണ്ടതുമാണ്. ഈ രണ്ട് കാര്യങ്ങൾ ആമുഖമായി പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചോദ്യത്തെ സമീപിക്കുന്നത്. നമ്മൾ ഇസ്ലാമികമായൊരു വീക്ഷണകോണിൽ നോക്കിയാൽ ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു മുസ്ലിം യഥാർത്ഥത്തിൽ വീണു പോകാൻ പാടില്ലാത്തതാണ്. അതിൻ്റെ അർത്ഥം ഒരു മുസ്ലിം സഹോദരൻ ഒരിക്കലും ഡിപ്രഷനിലേക്ക് പോവില്ല എന്നല്ല, പോയാൽ അയാൾക്ക് ചികിത്സ ആവശ്യമില്ല എന്നുമല്ല. നേരെ മറിച്ച് നമ്മൾ യഥാർത്ഥ ഇസ്ലാമിക പാഠങ്ങൾ വേണ്ട അളവിൽ നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നമ്മൾ ഡിപ്രഷനിലേക്ക് പോകാൻ പാടില്ലാത്തതാണ്. കാരണം ഈ ദുന്യാവിൽ ഡിപ്രസ്ഡ് ആവാതിരിക്കാനുള്ള എല്ലാതരം മാർഗദർശനവും ലഭിച്ച ഒരു ജനവിഭാഗമാണ് മുസ്ലിങ്ങൾ. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. വളരെ അത്ഭുതകരമായ കാര്യമാണത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പറയുന്നത് വലാ തജ്അൽ മുസീബതനാ ഫീ ദീനിന എന്നാണ്. അള്ളാഹുവേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ അതെൻ്റെ ദീനിൻ്റെ വിഷയത്തിലാക്കരുതേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത്. ഇത് നമ്മൾ ശരിക്ക് അതിൻ്റെ അർത്ഥം നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ അപകടങ്ങളോ അത്യാഹിതങ്ങളോ ഒക്കെ ഉണ്ടാവാം. അള്ളാഹുവിൻ്റെ വിധി പ്രകാരം നമ്മൾ പലതരത്തിലുള്ള അപകടങ്ങളിലൂടെ കടന്നു പോകും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവേ, എനിക്ക് അപകടങ്ങൾ വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും എൻ്റെ ദീനിൻ്റെ കാര്യത്തിലാക്കരുതേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് ഹിദായത്ത് നഷ്ടപ്പെടരുത്, കുഫ്ർ സംഭവിക്കരുത്, ഷിർക്ക് സംഭവിക്കരുത്, മഅസിയത്ത് സംഭവിക്കരുത്, എൻ്റെ ഈമാൻ കുറഞ്ഞു പോകരുത്, ഇബാദത്തുകളിൽ ഉന്മേഷം കുറഞ്ഞു പോകരുത്. ഇതൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ അത്യാഹിതങ്ങളായി കാണുന്നത്. ജീവിതത്തിൽ ഇഹലോകത്തിൻ്റെ കാര്യത്തിൽ എന്ത് അപകടം സംഭവിച്ചാലും അത് എത്ര തന്നെയാണെങ്കിലും അതിനെ നമുക്ക് മറികടക്കാൻ കഴിയും, പരിഹരിക്കാൻ കഴിയും. ഇനി ഈ ദുന്യാവിൽ നമ്മൾക്ക് അതിന് പരിഹാരമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും പരലോകത്ത് അതിന് പടച്ചവൻ്റെ അടുത്ത് നിന്ന് കൂലിയിട്ടു. നമ്മൾ ഇവിടെ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായി നമ്മൾ ക്ഷമിച്ചാൽ ആ ക്ഷമക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം ലഭിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് തൊട്ടുടനെ പ്രാർത്ഥിക്കുന്നുണ്ട്, വലാ തജ്അലി ദുന്യ അക്ബറ ഹമ്മിന.
അള്ളാഹുവെ ദുന്യാവിനെ എൻ്റെ ഏറ്റവും വലിയ കൺസേൺ ആക്കരുത്, എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമാക്കരുത്, എൻ്റെ ഒബ്സഷനാക്കി മാറ്റരുത്, ദുന്യാവിനെ പറ്റി ആലോചിച്ച് വേവലാതി കൊള്ളുന്ന ഒരാളാക്കി എന്നെ മാറ്റരുത് എന്ന് പറഞ്ഞാൽ ദുന്യാവിനെ വളരെ ലാഘവത്തോടു കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നോക്കിക്കണ്ടത്. നമ്മളൊരു 10, 60, 70, 80 കൊല്ലം ഇവിടെ ജീവിക്കും. ആ ജീവിതത്തിൽ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ചിലപ്പോൾ കുറച്ച് സന്തോഷങ്ങൾ ഉണ്ടാവും, കുറേ സങ്കടങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ അപകടങ്ങൾ ഉണ്ടാവും. എന്തായാലും എന്താണ്, അത് കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നേ ഉള്ളൂ. ആ ഒരു ഗൗരവം മാത്രമേ നമ്മളതിന് കാണേണ്ടതുള്ളൂ. നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാവുന്ന ഒന്നും നമ്മുടെ ദുന്യാവിൽ സംഭവിക്കാനേ പോകുന്നില്ല. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, ചെറിയ കുട്ടികൾ, ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് ടീച്ചർ ഒരു അസൈൻമെൻറ്റ് കൊടുക്കുന്നു. ആ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ പേരിൽ കുട്ടിക്ക് ഡിപ്രഷൻ ഉണ്ടാവുകയാണ്. നമ്മൾ കുട്ടിക്ക് പഠനത്തിൻ്റെ പ്രാധാന്യവും വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യവും ഒക്കെ പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ 10ാം ക്ലാസ് പരീക്ഷ തോറ്റൊരു കുട്ടി, ആ തോറ്റ കുട്ടി, ഇപ്പോൾ കുട്ടികൾ 10ാം ക്ലാസ് പരീക്ഷ തോൽക്കൽ വളരെ അപൂർവമാണ്. പക്ഷേ ഞാനൊരു ഉദാഹരണം എന്നുള്ളതൊക്കെ പറയുകയാണ്. നമ്മുടെ നാട്ടിൽ മുമ്പൊക്കെ വ്യാപകമായിരുന്നു. 10ാം ക്ലാസ് പരീക്ഷ തോറ്റൊരു കുട്ടി ആത്മഹത്യയെക്കുറിച്ച് ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ്? അവൻ്റെ ജീവിതത്തിൻ്റെ പ്രൊജക്റ്റ് അതോടുകൂടി ക്യാൻസൽഡായി എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്. അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതുമായി കെട്ടുന്നത് കൊണ്ടാണ്. നമ്മൾ പഠനത്തിൻ്റെ പ്രാധാന്യവും വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യവും ജോലിയുടെ പ്രാധാന്യവും ഒക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. പക്ഷേ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. നമ്മളുടെ ജീവിതത്തിൽ അൾട്ടിമേറ്റായിട്ട് ഒരൊറ്റ അസൈൻമെൻറ്റ് മാത്രമേ നമുക്കുള്ളൂ, ഒരൊറ്റ പ്രൊജക്റ്റ് മാത്രമേ നമുക്കുള്ളൂ. അത് അള്ളാൻ്റെ റിള നേടിയെടുക്കുക എന്നുള്ള അസൈൻമെൻറ്റാണ്, അള്ളാൻ്റെ തൃപ്തി നേടിയെടുക്കുക എന്നുള്ള പ്രൊജക്റ്റാണ്. ബാക്കിയുള്ളതൊന്നും അത് നടന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഡിപ്രസ്ഡ് ആവേണ്ട ഒരു കാര്യമില്ല. അതിനെ വളരെ സിമ്പിളായി മറികടക്കാൻ നമുക്ക് പറ്റണോ? നടന്നില്ല, അപ്പോൾ അള്ളാൻ്റെ വിധി അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് അതിനെ മറികടന്ന് പോകാൻ നമുക്ക് പറ്റണം. നമ്മളുടെ ആത്യന്തികമായ അസൈൻമെൻ്റ് അതല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ആത്യന്തികമായൊരു ഡിപ്രഷനിലേക്ക് ഒരു മുസ്ലിം ഒരിക്കലും പോകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റിള നേടിയെടുക്കലാണ് നമ്മളെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മളടുത്തൊരു തെറ്റ് പറ്റി എന്ന് വിചാരിക്കുക, ഒരു തെറ്റ് പറ്റി, മതപരമായൊരു തെറ്റ് പറ്റി. എന്നാലോ നമ്മൾക്ക് തിരിച്ചു നടക്കാം, തൗബ ചെയ്യാം, നമ്മൾക്ക് ഇസ്തിഗ്ഫാർ നടത്താം, നമ്മൾക്ക് നന്നാകാം. നമ്മളുടെ തൊണ്ടക്കുഴിയിൽ ആത്മാവ് എത്തുന്നത് വരെ തൗബയുടെ വാതിലുകൾ തുറന്ന് തന്നെ കിടക്കുകയാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കാൻ സന്നദ്ധനായി നിൽക്കുകയാണ്. നമ്മൾ എത്ര പാപങ്ങൾ ചെയ്താലും, എത്ര ജീവിതത്തിൽ നമ്മൾ വഴിപിഴച്ചു പോയാലും, നമ്മൾക്ക് ജെന്യൂനായി റിഗ്രറ്റ് തോന്നി അള്ളാഹുവിലേക്ക് നമ്മൾ തിരിഞ്ഞു നടക്കുന്നത് എപ്പോഴാണോ അപ്പോൾ സ്നേഹത്തോടുകൂടി കാരുണ്യത്തോടുകൂടി അള്ളാഹു നമ്മളെ തിരിച്ച് സ്വീകരിക്കും. പിന്നെ എന്തിനാണ് നമുക്ക് ഡിപ്രഷൻ? എന്തിൻ്റെ പേരിലാണ് നമ്മൾ ഡിപ്രസ്ഡ് ആവേണ്ടത്? ഡിപ്രസ്ഡ് ആവാൻ എന്ത് ന്യായമാണ് നമുക്കുള്ളത്? ദുന്യാവ് എന്ന് പറഞ്ഞാൽ വളരെ താൽക്കാലികമാണ്, നൈമിഷികമാണ്. അതിലെ ഒരു വിഷയവും സാരമായ വിഷയമേ അല്ല. സാരമായ വിഷയം എന്ന് പറഞ്ഞാൽ പരലോകത്തിൻ്റെ വിഷയമാണ്. അതിലാകട്ടെ നമ്മൾക്ക് എന്ത് തെറ്റ് പറ്റിയാലും തിരുത്തിയാൽ തിരിച്ചു ചെന്നാൽ സ്വീകരിക്കാൻ അള്ളാഹു സന്നദ്ധനാണ്, പുറത്തു തരാൻ സന്നദ്ധനാണ്, വിട്ടുവീഴ്ച ചെയ്യാൻ സന്നദ്ധനാണ്. അതുകൊണ്ട് തന്നെ സ്വർഗം കിട്ടുക എന്ന് പറഞ്ഞാൽ ആ നിലക്ക് നോക്കിയാൽ വളരെ എളുപ്പമാണ്. നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. അപ്പോൾ ആ ഒരു വളരെ സിമ്പിളായി വളരെ ലാഘവത്തോടു കൂടി ദുന്യാവിലെ ജീവിതത്തെ നമ്മൾക്ക് നോക്കിക്കാണാൻ പറ്റണം. അങ്ങനെയുള്ള ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അവസ്ഥയിൽ നമ്മളുടെ എല്ലാ നിയന്ത്രണങ്ങൾക്കും അപ്പുറത്ത് നമ്മൾ ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഖുർആനിലേക്ക് തിരിയണം, ഹദീസുകളിലേക്ക് തിരിയണം, സീറയിലേക്ക് തിരിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ഒക്കെ ഇത്തരം സങ്കടങ്ങളെ എങ്ങനെയാണ് മറികടന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം. അത് വിശദമായി പഠിക്കപ്പെടേണ്ടതാണ്. അതിൻ്റെ കൂടെ ഞാൻ പറയുന്നു, വളരെ സ്ട്രോങ് ആയി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു, ഡിപ്രഷൻ അനുഭവിക്കുന്ന സഹോദരങ്ങൾ ആധുനികമായ മനഃശാസ്ത്ര പഠനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയമായ ചികിത്സക്ക് കൂടി നിർബന്ധമായും അവർ സന്നദ്ധമാകണം. കാരണം നമ്മൾ ഏത് രോഗം ഉണ്ടായാലും ആ രോഗത്തിൻ്റെ ശാസ്ത്രീയമായ ചികിത്സ തേടുക എന്നുള്ളത് ഒരു ഇസ്ലാമികമായ മര്യാദയാണ്. നമ്മളുടെ ഏതെങ്കിലും ഒരു കുട്ടി ഡിപ്രഷൻ ഉണ്ട്, ഞാൻ ഇന്ന ഖത്തീബിന് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇന്ന ഖുർആൻ ക്ലാസ് എടുക്കുന്ന ആൾക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇന്ന മൗലവിനെ കൗൺസിലിങ്ങിന് ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒരു വിഷയമല്ലത്. ആ വിഷയത്തിൽ ജെന്യുവിനായ സയൻറ്റിഫിക് ട്രെയിനിങ് കിട്ടിയ എക്സ്പേർട്സിനെ ഇടപെടിക്കേണ്ട സമയങ്ങളിൽ അങ്ങനെ തന്നെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു വിഷയമാണത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഇസ്ലാമിക ആദർശ സൊസൈറ്റിയിൽ ഒട്ടനേകം ആദർശ യൗവന സംഘടനകളുണ്ട്. അപ്പോൾ
SDPI, സോളിഡാരിറ്റി, അങ്ങനെ ഒട്ടനവധി രാഷ്ട്രീയപരമായിട്ടും ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായിട്ടും ഒട്ടനവധി ആദർശ സംഘടനകളുണ്ട്. ഇതിൽ നിന്ന് വ്യതിരിക്തമായിട്ട് ISM എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. ഫലസ്തീനിലെ സമരമുഖങ്ങളിൽ ഈ വേറിട്ട് നിൽക്കുന്ന പ്രതിരോധത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ആദർശ അഭിമാനുക്കൾ എന്ന് പറയുന്നവരും ISMൻ്റെ ആത്മാഭിമാനം ഉൾക്കൊള്ളുന്ന യുവത്വ തലമുറയും ഒരുമിച്ച് നിന്ന് കൈകോർത്ത് സമരമുഖങ്ങളിൽ നമ്മൾ കണ്ടവരാണ്. ഇതിൽ നിന്ന് വ്യതിരിക്തമായി എങ്ങനെ ISM ആദർശ യൗവനം അഭിമാനകരമാവും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നിരവധി സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഇത്തരം സംഘടനകളുടെ ബാക്ക് ഫയൽ അന്വേഷിക്കുമ്പോഴാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം വിയോജിപ്പുകൾ രേഖപ്പെടുത്തേണ്ടി വരുന്നത്. അല്ലാതെ നിരവധി സംഘടനകൾ എന്ന് പറയുമ്പോൾ പല ലക്ഷ്യങ്ങളോട് പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. പൊതുവായ സാമൂഹികമായ രാഷ്ട്രീയമായ വിദ്യാഭ്യാസപരമായ ഔന്നിത്യം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. അത്തരം സംഘടനകളോട് മാനസികമായും സാമൂഹികമായും മറ്റുള്ള എല്ലാ നിലക്കുമുള്ള സോളിഡാരിറ്റി, ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ ഇവിടെ പേരെടുത്തു പറഞ്ഞ ഓരോ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബാക്ക് ഫയൽ അന്വേഷിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങളും അജണ്ടകളും മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനകളാണതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും താത്വികമായ അടിത്തറയിൽ നിന്നുകൊണ്ട് അത്തരം സംഘടനകളെ ചോദ്യം ചെയ്യേണ്ടി വരും. അത് കൃത്യമായി നിർവഹിക്കുന്ന ഒരു സംഘടനയാണ് യഥാർത്ഥത്തിൽ ISM എന്ന് പറയുന്ന സംഘടന. ISM എന്ന് പറയുന്ന സംഘടനയെ അത് വ്യതിരിക്തമാക്കുന്ന ഘടകം അതാണ്. ഇപ്പോൾ പൊതുവായ സാമൂഹികമായ ഏത് വിഷയം വന്നാലും ആ രംഗത്ത് മറ്റുള്ള എല്ലാ സംവിധാനങ്ങളോടൊപ്പവും ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിൽ ഒരു മടിയുമില്ലാത്ത പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. പക്ഷേ ഇത്തരം സംഗതികൾ ഇപ്പോൾ നമുക്കറിയാം, ഷിയയിസം എന്ന് പറയുന്ന സംഘം ലോകത്ത് വ്യാപകമാക്കാൻ അവർ മുന്നോട്ട് വെച്ചൊരു പ്രമേയം കർബലയായിരുന്നു. ഏറ്റവും അധികം സെൻസിറ്റീവായ വിഷയമാണ് കർബല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയെ നിഷ്ഠൂരമായി കൊന്നുതള്ളിയ ഒരു രംഗമാണ് കർബലയിൽ സംഭവിച്ചത്. പ്രവാചകന്റെ പേരക്കുട്ടിയുടെ അണ്ണാക്കിലേക്ക് അമ്പയുക മാത്രമല്ല, തല വെട്ടിയെടുത്ത് താലത്തിൽ വെച്ച് കൊണ്ടുപോയ വളരെ വൈകാരികമായ നിമിഷങ്ങളായിരുന്നു കർബലയിൽ സംഭവിച്ചത്. ഈ കർബല സംഭവത്തിൻ്റെ പിന്നിൽ നടന്ന പ്രവർത്തനങ്ങൾ മുഴുവനും മാറ്റിവെച്ചുകൊണ്ട് ആ കർബലയെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പ്രവാചകന്റെ പേരക്കുട്ടിയെ നിഷ്ഠൂരമായി കൊന്നവരാണ് ബാക്കിയുള്ള ഇവിടുത്തെ സുന്നികളെന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ട് കടന്നു വന്ന ഒരു സംഘമാണ് യഥാർത്ഥത്തിൽ ഷിഈ വിഭാഗം. എന്നുവെച്ചാൽ ഏറ്റവും സെൻസിറ്റീവായ ഒരു മാറ്റർ എടുത്ത് ആ മാറ്റർ വെച്ചുകൊണ്ട് അവരുടെ സംഘടനയെ അവർ വളർത്തി. യഥാർത്ഥത്തിൽ ആ പ്രവർത്തനത്തിൻ്റെ പിന്നിൽ സംഭവിച്ച കാര്യങ്ങൾ അന്വേഷിച്ചാൽ യഥാർത്ഥത്തിൽ പ്രതികൾ ഈ ഷിയകൾ തന്നെയാണെന്നുള്ളത് മനസ്സിലാവും. ഇതുപോലെ മറ്റൊരു വിഷയമാണ് ഫലസ്തീൻ എന്ന് പറയുന്ന വിഷയം. അത് മുസ്ലിം ഉമ്മത്തിൻ്റെ വൈകാരികമായ സെൻസിറ്റീവായ ഒരു വിഷയമാണ്. നേരത്തെ ഇവിടെ വിശദീകരിച്ചല്ലോ. ആ വൈകാരികമായ വിഷ്യൂസ് അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് അതുവഴി മുതലെടുക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞു, തട്ട വിഷയം വന്നാൽ അത് വെച്ച് മുതലെടുക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ മെറിറ്റിൽ നിന്ന് മാറി ഇത്തരം സെൻസിറ്റീവായ വിഷയങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് തങ്ങളുടെ അജണ്ടകൾ നടപ്പാക്കാൻ, അത് നടപ്പിൽ സമൂഹത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സംഘങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം സംഘടനകളുടെ, ഇവിടെ പേരെടുത്തു പറഞ്ഞ സംഘടനകളുടെ ബാക്ക് ഫയൽ അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായും അജണ്ടകൾ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് അവർ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അത്തരം ആളുകൾക്ക് നിരുപാധികമായ പിന്തുണ നമ്മൾ നൽകിയാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അവരുടെ അജണ്ടകൾ നടപ്പാക്കാൻ നമ്മൾ സഹായിക്കലാണ്. ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞുതരാം. ഇപ്പം നമുക്കറിയാം, ഇന്ത്യയിൽ അടിയന്തരാവസ്ഥയുണ്ടായി. ഇന്ദിരാഗാന്ധി, നമുക്കറിയാം ഇന്ദിരാഗാന്ധിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ അടിയന്തരാവസ്ഥ കാലത്താണ് ജനതാ പാർട്ടി എന്ന് പറയുന്നൊരു പാർട്ടി രൂപീകൃതമാകുന്നത്. ആ ജനതാ പാർട്ടി രൂപീകൃതമായ ഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ, കോൺഗ്രസിനെതിരെ നമുക്കൊരു പുതിയ മുന്നണി കൊണ്ടുവരണം, ഇവരുടെ ഈ അടിയന്തരാവസ്ഥ അരാജകത്വവാദങ്ങളെയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്കൊരു പൊതുവായ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഇവിടെ ഒരു അധികാര അട്ടിമറി നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ ഈ നിലവിലെ RSS അടക്കം, ജമാഅത്തെ ഇസ്ലാമി അടക്കം, മറ്റു പല രാഷ്ട്രീയ പാർട്ടികളടക്കം, ഞാൻ പേരെടുത്ത് പറഞ്ഞതേ ഉള്ളൂ, അവരെല്ലാവരും സംയുക്തമായി ഐക്യമുന്നണി ഉണ്ടാക്കി അട്ടിമറി നടത്തിയിട്ടാണ് ആദ്യമായി LK അദ്വാനിയെയും അടൽ ബിഹാരി വാജ്പേയിയെയും അധികാരത്തിന്റെ സോപാനങ്ങളിലേക്ക് എത്തിച്ചത്. മനസ്സിലാക്കണം. അപ്പോൾ അന്ന് നിലവിലുണ്ടായിരുന്ന അടിയന്തരാവസ്ഥ എന്നൊരു ഇഷ്യൂ മുന്നിൽ വെച്ചുകൊണ്ട് RSS അടക്കം അധികാരത്തിലേക്ക് എത്തി, അവരടക്കം പാർലമെന്റിലേക്ക് എത്തി.
യഥാർത്ഥത്തിൽ അധികാരത്തിന്റെ സോപാനത്തിലേക്ക് ആദ്യത്തെ ചവിട്ടുപടി ഫാഷിസ്റ്റുകൾക്ക് ഏണി വെച്ചു കൊടുത്തത് ആ ഒരു തീരുമാനമായിരുന്നു. അതിന്റെ പിന്നിൽ ജമാഅത്ത് ഇസ്ലാമി അടക്കമുണ്ട്. ആ ജനതാ പാർട്ടിക്ക് പിന്തുണ നൽകിയതിന്റെ പിന്നിൽ ജമാഅത്ത് ഇസ്ലാമി അടക്കമുണ്ട്. അപ്പോൾ ആ നിലവിലുണ്ടായിരുന്നൊരു ഇഷ്യൂ മുന്നിൽ വെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ അജണ്ടകളുള്ള RSSനെ പോലെയുള്ള സംഘടനകൾ പ്രവർത്തിച്ചു. സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഈ കൂട്ടുമുന്നണികളൊക്കെ അപ്രസക്തമായി പിന്നീട് ആ ഏണിയിലൂടെ ഈ ഇന്ത്യയുടെ സ്ഥിരാകേന്ദ്രത്തിലേക്ക് അധികാരത്തിലേക്ക് ഫാഷിസ്റ്റുകൾ ചവിട്ടുപടിയായി കടന്ന് ഇന്ന് ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം തന്നെ അവരുടെ കയ്യിലാകുന്ന അവസ്ഥയുണ്ടായി. കാര്യം അവർക്ക് പ്ലാനിംഗ് ഉണ്ട്. ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെ അവർ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്. ഇതുപോലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഉദാഹരണങ്ങൾ, കർബല വിഷയം ഉന്നയിച്ച് ഷീസം വളർത്തിയതുപോലെ ഫലസ്തീൻ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഷീസത്തിന്റെ പല അജണ്ടകളും നടപ്പാക്കുന്ന ഒരുപാട് സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുപ്രശ്നങ്ങളിൽ ഇടപെടുന്നു എന്ന് കാണുമ്പോൾ നമ്മളൊക്കെ കൂടെ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പൊതുവിഷയത്തിൻ്റെ പ്രശ്നം, ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കലല്ല ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം. അതിനപ്പുറത്ത് മറ്റു ലക്ഷ്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകളാണ് അവർ. ഇതൊരു ഏണിയാക്കി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതിനെ കരുതിയിരിക്കുകയും അത് ബോധവൽക്കരിക്കുകയും ചെയ്യുന്നൊരു സംഘടന കൂടിയാണ് ISM. അതുകൊണ്ടാണ് ഇത്തരം സംഘടനകളിൽ നിന്ന് ISM വ്യതിരിക്തമാകുന്നത്. അവിടെ കേവലം ഒരു സെൻസിറ്റീവായ വിഷയത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇതാ പ്രശ്നപരിഹാരം നമ്മളെല്ലാവരും ഒന്നിക്കുന്നു എന്ന് കേവലം ഒരു പ്രഖ്യാപനം നടത്തി മറ്റുള്ള അജണ്ടകൾ നടപ്പാക്കി കൊടുക്കുന്ന സാഹചര്യത്തെ രൂപപ്പെടുത്തുന്നതിന് കരുതി ദീർഘദൃഷ്ടിയോടുകൂടി കാര്യങ്ങളെ രൂപപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് ഇത്തിഹാദ് ശുബാൻ മുജാഹിദീൻ എന്ന് പറയുന്ന സംവിധാനം. അതുകൊണ്ട് സൂക്ഷ്മമായി ഇത്തരം സംഘടനകൾ മുഴുവനും ബാക്ക് ഫയൽ പരിശോധിക്കുകയും പൊതുവായി നമ്മളെല്ലാവരും ഒരു നന്മ വരുത്തുന്ന രൂപത്തിലുള്ള ഒരു പ്രകടനമോ ഒരു സംവിധാനമോ അതല്ലെങ്കിൽ അത്തരമൊരു പ്രവർത്തനമോ ആണെങ്കിൽ എല്ലാവരോടും കൂടി നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ഇത്തരം അജണ്ടകൾ കൂടി നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഇടങ്ങളോ സാഹചര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് സൂക്ഷ്മമായി പരിശോധിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ച് കൃത്യമായി നെല്ലും പതിരും വേർതിരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് ISMനുള്ളത് എന്നാണ് ചുരുക്കി അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ആധുനിക കാലത്ത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ബാങ്കുമായിട്ട് നടത്തുന്ന ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശ കടമായി ബുദ്ധിമുട്ടുന്ന ആൾക്ക് സഹായിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് എൻ്റെ ബാങ്കിൽ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് കടക്കാരനായി ബുദ്ധിമുട്ടുന്ന ആൾക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള വിഷയമാണ് വന്ന് തീർച്ചയായും. ജസാക്കല്ലാഹ് ഖൈർ. നിങ്ങൾക്ക് കടമായി കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കടം പരിഹരിക്കാൻ പറ്റുന്ന പണം എന്ന് വെച്ചാൽ നിങ്ങളുടെ പണം കൊണ്ടേ പറ്റുള്ളൂ. നിങ്ങളുടേതല്ലാത്തൊരു പൈസ കൊണ്ട് നിങ്ങളെങ്ങനെ കടം വീട്ടുക? നിങ്ങളുടേതല്ലാത്തൊരു മുതൽ കൊണ്ട് നിങ്ങളെങ്ങനെയാണ് കടം വീട്ടുക? അപ്പോൾ പലിശ എന്നുള്ളത് നിങ്ങൾക്ക് അള്ളാഹു തന്നതല്ല. അള്ളാഹ് പറഞ്ഞ വദറു ബഖിയ മിന റിബ എന്നാണ്. പലിശയുടെ ബാക്കി കളയാനാണ് പറഞ്ഞത്, കടം വീട്ടാനല്ല. അള്ളാഹു കടത്തെപ്പറ്റി ഏറ്റവും വലിയ ആയത്ത് പറഞ്ഞ ഖുർആനാണ്. കടത്തെപ്പറ്റി ഏറ്റവും വലിയ ആയത്ത് പറഞ്ഞ ഖുർആൻ. നമ്മൾ ഒരുപാട് പദ്ധതികൾ ഇങ്ങനെ പലിശയുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരുപാട് പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത് നോർമലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള സംഗതിയാണ്. അള്ളാഹുവിനോടും റസൂലിനോടും യുദ്ധം ചെയ്യുക എന്ന വലിയൊരു പ്രശ്നമാണ് പലിശയുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറഞ്ഞത്. അപ്പോൾ അത് നോർമലൈസ് ചെയ്യണ്ട. കടം വീട്ടാൻ ഒരുപാട് വഴികളുണ്ട്. അതിനാ ജക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു. ആർക്ക് കടം കൊണ്ട് പറഞ്ഞവന് ജക്കാത്ത് കൊടുക്കാനാണ് പറഞ്ഞത്. പലിശ എടുത്തിട്ട് വീട്ടാനല്ല പറഞ്ഞത്, ജക്കാത്ത് കൊടുക്കുക. അതിനാ ജക്കാത്ത് സിസ്റ്റം കൊണ്ടുവരിക, വൽ ഖാരിമീന അലൈഹ എന്നുള്ളത്. അപ്പോൾ പലിശയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. പലിശ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇപ്പം നിർബന്ധിതമായി നമ്മെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരുന്ന പലിശ വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക, അത് ചെയ്യുക. നിർബന്ധിതമായി പലിശ പോലുള്ള സംഗതികളോട് ഏതെങ്കിലും രൂപത്തിൽ സ്വാഭാവികം ചില ഇൻഷുറൻസുകൾ പോലെ നിർബന്ധിതമായി അടിച്ചേൽപ്പിക്കുന്നതിനാൽ ഏറ്റവും ലോ റേഞ്ചിലുള്ളത് മാത്രം നിർബന്ധിതമായത് ലറൂരിയായ ഒരു മസല പ്രകാരം സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ അത് നോർമലൈസ് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. കടമുള്ള ആളുകളെ ഉണ്ടെങ്കിൽ നാട്ടിൽ സക്കാത്ത് സിസ്റ്റം കൊണ്ടുവന്ന് വൽ ഖാരിമീന അലൈഹ എന്ന് ഖുർആൻ പറഞ്ഞ പോലെ കടം വീട്ടാനുള്ള സംവിധാനങ്ങൾ ചെയ്യലാണ് അതിനുള്ള ദീനിയായ പരിഹാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത് ദിർഹം റിബൻ അശദ്ദു മിൻ സിത്തിൻ വസലാസീന സനിയ എന്ന്. ഒരു ദിർഹം പലിശയുടെ ശിക്ഷ 36 വ്യഭിചാരത്തിന് ലഭിക്കുന്ന ശിക്ഷയേക്കാൾ കഠിനമാണ് എന്നാണ്. അത് തിന്നുന്നതോ കൊടുക്കുന്നതോ എന്ന് പറഞ്ഞില്ല, ഉപയോഗിക്കുന്നതോ ഉപയോഗിക്കാൻ കൊടുക്കുന്നതോ എന്ന് പറഞ്ഞില്ല. പലിശയുടെ മാരക ശിക്ഷ അതാണ്. ഈ വിഷയത്തിൽ നേരത്തെ സൂചിപ്പിച്ച സൗദി സെൽഫികളുടെ ഒരു ഫത്വ,
ഫതാവ ശറഇയ്യ ഫി മസായിൽ അശ്രിയ എന്ന് പറഞ്ഞൊരു മഹാഗ്രന്ഥത്തിൽ അവർ പറയും. എന്നിട്ട് അവർ പറയുന്നത് ബഹുമാന്യന അനസ്മോലി പറഞ്ഞ ഈ വിഷയത്തിൻ്റെ വിശദാംശങ്ങൾ. ഇത് ഒരു വ്യക്തിയുടെ, മുസ്ലിമോ അമുസ്ലിമോ ആയ ഒരു വ്യക്തിയുടെയും വ്യക്തിപരമായ ഒരു ഉപയോഗത്തിനും വിട്ടുകൊടുക്കാവതല്ല. കാരണം ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കിലു റിബ വമൂക്കിലഹു എന്നാ പറഞ്ഞു. ഇത് ഉപയോഗിക്കുന്നവനെയും ഉപയോഗിക്കാൻ കൊടുക്കുന്നവനെയും എന്നാ പറയുക. അപ്പം നമ്മളല്ല ഉപയോഗിക്കുന്നത്, മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിലും വക്കാല ഹും സവാ, രണ്ടുപേരും ഒരേ കുറ്റമാണ് ചെയ്യുന്നത്. ഇത് പറഞ്ഞിട്ട് അവർ പറയും ഇത് സർക്കാരിൻ്റെ രാഷ്ട്ര പുനരുദ്ധാന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ലറൂറിയായ നിർബന്ധിതമായ സാഹചര്യമാണെങ്കിൽ റോഡ്, തോട്, പാലം, പാർക്ക്, ബസ് സ്റ്റോപ്പ് മുതലായ പൊതു ആവശ്യങ്ങൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിന് പ്രഥമമായി പരിഗണിക്കേണ്ടത് പൊതു ടോയ്ലറ്റുകൾക്കാണ്. അത്രയും വൃത്തികെട്ടതാണ് ആ പണം എന്നതാണ് ഇതിലെ അവരുടെ നിലപാട്. നമ്മളുടെ നേരത്തെ പറഞ്ഞ കുറച്ച് ഈ പറഞ്ഞ പുതിയ കാല സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വന്നതാണ് ഇത്. പലിശ വീട്ടാൻ വേണ്ടി വിട്ടുകൊടുക്കാം, കടം വീട്ടാൻ വേണ്ടി വിട്ടുകൊടുക്കാം, രോഗചികിത്സക്ക് വിട്ടുകൊടുക്കാം, അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞത് പുതിയ കാലത്തെ നിലപാടുകളാണ്. പ്രാചീന കാലം മുതൽ ഈ അടുത്ത കാലം വരെ അത്തരമൊരു നിലപാട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്ക് ചോദിക്കാനുള്ളത് ഖിയാമുൽ ലൈലി നമസ്കാരത്തിനെ കുറിച്ചാണ്. ഈ കൊല്ലം മുതൽ ഖിയാമുൽ ലൈലി നമസ്കാരം പള്ളിയിലില്ല എന്നിങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നിസ്കാരത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടായി. അതെന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഇത് വന്നത്? അതിനെക്കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഖിയാമുൽ ലൈൽ നമസ്കാരത്തെക്കുറിച്ചുള്ള നിലപാട് എന്താണ് എന്ന്. ഈ കൊല്ലം നമ്മുടെ പള്ളിയിൽ ഖിയാമുൽ ലൈൽ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു. ഇത്രയും കാലം അത് ഉണ്ടായിരുന്നു. അങ്ങനെ പറയാൻ എന്താണ് കാരണം, എന്താണ് അതിന് പിൻബലം എന്നാണ്. യഥാർത്ഥത്തിൽ ഖിയാമുൽ ലൈലുമായി ബന്ധപ്പെട്ട് ഈ ചർച്ച കേരളത്തിൽ മുജാഹിദുകൾക്കിടയിൽ ഉണ്ടായ അതേ സമയത്ത് തന്നെ കേരള ജംഇയ്യത്തുൽ ഉലമ വളരെ വ്യക്തവും വിശദവുമായി അതുമായി ബന്ധപ്പെട്ട നിലപാടുകൾ അൽമനാറിലൂടെ KNMൻ്റെ ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാടായി തന്നെ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപനങ്ങളൊക്കെ കൂടി എടുത്ത് വായിച്ചാൽ നമുക്ക് കിട്ടുന്ന സംഗതി, ഇശാ ജമാഅത്തിന് ശേഷം സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നടത്തുന്ന ഒറ്റയായി 11 റക്അത്ത് വരെ ചെയ്യാവുന്ന നമസ്കാരത്തിൻ്റെ പേരുകളിൽ 5 പേരുകളിൽ ഒന്നാണ് ഖിയാമുൽ ലൈൽ. ഇതേ നമസ്കാരത്തിന് തന്നെയാണ് തറാവീഹ് എന്ന് പറയുക. ഇമാം നവവി റിയാദു സ്വാലിഹീൻ ബാബു ഖിയാമുൽ ലൈൽ വഹുവ തറാവീഹ് എന്നാണ് അദ്ദേഹത്തിന് പേര് തന്നെ കൊടുത്തത്. ഖിയാമുൽ ലൈൽ അത് തന്നെയാണ് തറാവീഹ്. ഇപ്പോൾ ഖിയാമുൽ ലൈൽ, തറാവീഹ്, ഖിയാമു റമദാൻ, വിത്ർ, തഹജ്ജുദ് എന്നീ പേരുകളിലൊക്കെയും അറിയപ്പെടുന്നത് ഒരൊറ്റ നമസ്കാരമാണ്. അത് ഒരിക്കൽ നമസ്കരിക്കുന്നതിലൂടെ തന്നെ അത് സുബഹി വരെ നമസ്കരിച്ചതിൻ്റെ പൂർണ്ണമായ പുണ്യം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ടുണ്ട്. അപ്പോൾ ഒരു പള്ളിയിൽ ഇശാ ജമാഅത്തിന് ശേഷം പള്ളിയുടെ നേതൃത്വത്തിൽ പൊതുവായി ജനങ്ങളുടെ അഭിപ്രായ പ്രകാരം ഒരു ജമാഅത്ത് അതിൽ സംഘടിപ്പിക്കുന്നുവെങ്കിൽ അതുകൊണ്ട് തന്നെ നേരം വെളുക്കുന്നത് വരെയുള്ള നമസ്കാരത്തിൻ്റെ പുണ്യം അയാൾക്ക് രേഖപ്പെടുത്തപ്പെട്ടു എന്നാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അങ്ങനെ ഒരു പുണ്യം നബിയിൽ നിന്ന് നേരിട്ട് വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തോ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തോ തറാവീഹ് നമസ്കരിച്ച പിന്നീട് ഖിയാമുൽ ലൈൽ സംഘടിപ്പിച്ചതായി രേഖയില്ലാതിരിക്കുകയും ചെയ്തതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. മസ്ജിദ് നബവിയിലാവട്ടെ, മസ്ജിദ് ഖുബായിലാവട്ടെ, മസ്ജിദുൽ ഹറമിലാവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തോ ഖുലഫാഉർ റാഷിദുകളുടെ കാലത്തോ തറാവീഹ് നമസ്കരിച്ചതിന് ശേഷം അവിടെ പിന്നെ ഒരു ഖിയാമുൽ ലൈൽ ജമാഅത്ത് നടന്നതായി തെളിയിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു റിപ്പോർട്ടില്ല. അതോടൊപ്പം തറാവീഹ് നമസ്കരിച്ചാൽ തന്നെ ഖിയാമുൽ ലൈലിൻ്റെയും തഹജ്ജുദിൻ്റെയും വിത്റിൻ്റെയും ഖിയാമു റമദാനിൻ്റെയും ഒക്കെ കൂടെ കൂലിയായ സുബ്ഹി വരെ നമസ്കരിച്ചതിൻ്റെ പുണ്യം രേഖപ്പെടുത്തും എന്ന് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുകയും ചെയ്തു. എന്നാലും തറാവീഹ് നമസ്കരിച്ച പള്ളിയിൽ ഖിയാമുൽ ലൈൽ നമസ്കരിക്കുന്നത് ഹറാമാണ് എന്ന് ജംഇയ്യത്തുൽ ഉലമ നിലപാടെടുത്തിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒറ്റ വാക്കോടുകൂടി
നമ്മളത് അവസാനിപ്പിക്കേണ്ടതാണ്. കാരണം പുണ്യം പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി അതിനപ്പുറത്തൊരു പുണ്യപ്രഖ്യാപനത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ അപ്പുറത്തൊരാളില്ല. ഇന്നമാ അന അഖ്ശാകും ലില്ലാഹി വ അത്ഖാകും, നിങ്ങളെക്കാളൊക്കെയും അള്ളാഹുവിനോട് തഖ്വയും ഭയവുമുള്ളത് എനിക്കാണ്. ഫമൻ റഗിബ അൻ സുന്നത്തി, ഞാൻ ചെയ്തത് പോരാ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ പിന്നെ ബാക്കി എന്താ നമുക്കറിയാം. ഫലൈസ മിന്നി, അത് മുസ്ലിം അല്ലാന്നല്ല എൻ്റെ അഭിപ്രായം, അത് എൻ്റെ നിലപാടിനോട് യോജിച്ചതല്ല എന്നെങ്കിലും മുസ്ലിം സമുദായം, പ്രത്യേകിച്ച് സലഫി പ്രവർത്തകർ, ഇസ്ലാഹി പ്രവർത്തകർ മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ അതിലുള്ളൂ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എഴുതി കിട്ടിയ ഒരു ചോദ്യത്തിൽ സൂചിപ്പിച്ചത്, നമ്മുടെ കലാലയങ്ങളിൽ ജെൻഡർ ന്യൂട്രാലിറ്റി നടപ്പാക്കുന്നതിന് ഭാഗമായി നമ്മുടെ പെൺകുട്ടികളുടെ വസ്ത്രവിധാനം ആൺകുട്ടികളുടെ വസ്ത്രത്തിന് സമാനമാക്കുന്ന ഒരു സാഹചര്യം, എങ്കിലേ ന്യൂട്രാലിറ്റി ഉണ്ടാകൂ എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെതിരെ നമ്മൾ ശബ്ദിക്കേണ്ടതില്ലെന്നാണ് എഴുതി കിട്ടിയ ചോദ്യത്തിൻ്റെ ചുരുക്കം. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ എഡ്യൂക്കേഷൻ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിൽ ആസൂത്രിതമായി കടത്തിവിട്ട, നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ ലിബറലിസത്തിൻ്റെ ഭാഗമായി, ഫെമിനിസത്തിൻ്റെ ഭാഗമായൊക്കെ കടന്നു വന്ന ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന സങ്കല്പം അത് കലാലയങ്ങളിലൂടെ സ്കൂളുകളിലൂടെ നടപ്പാക്കാനുള്ള ശ്രമം നടത്തി. അതിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ ചില സ്കൂളുകളിൽ നടപ്പാക്കുന്ന സാഹചര്യമുണ്ടായി. ആ ഘട്ടത്തിലൊക്കെ വളരെ ശക്തമായി തന്നെ അതിനെ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ന്യൂട്രാലിറ്റി മാത്രമല്ല, ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ നയങ്ങളെയും അതുപോലെ തന്നെ സിലബസുകളെയും പരിപൂർണമായി മാറ്റിമറിച്ച് ചരിത്രത്തെ തന്നെ വക്രീകരിച്ചുകൊണ്ടുള്ള പല വിധത്തിലുള്ള നവീകരണങ്ങളും വിദ്യാഭ്യാസ രംഗത്ത് നടത്തുവാനുള്ള ശക്തമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും അറിയുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാഹി പ്രസ്ഥാനം ഏറ്റെടുത്ത അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നാണ് വിദ്യാഭ്യാസ രംഗത്തുള്ള നവോത്ഥാനം, വിദ്യാഭ്യാസ രംഗത്തുള്ള ഉയർച്ച. അവിടെ എല്ലാ നിലക്കും ഇടപെടുമായിരുന്നു. ഈ പ്രസ്ഥാനത്തിൻ്റെ 100 കൊല്ലത്തിന് മുമ്പുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ സമൂഹത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇടപെടേണ്ട ഇടങ്ങളിൽ, അധികാര കേന്ദ്രങ്ങളിൽ ഇടപെട്ടുകൊണ്ട് തന്നെ സമൂഹത്തിൽ വൈജ്ഞാനിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം വരുത്തേണ്ട ആവശ്യകത മനസ്സിലാക്കി ഇടപെട്ട ഒരു പ്രസ്ഥാനം തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മതപരമായും സാമൂഹികമായും ഒക്കെ ബാധിക്കുന്ന വലിയ പ്രശ്നങ്ങൾ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിൽ കൃത്യമായി തന്നെ ഇടപെടുകയും അതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ആ രംഗത്ത് മുജാഹിദ് പ്രസ്ഥാനം തങ്ങളുടെ ദൗത്യം നിർവഹിക്കുന്നുണ്ട്. പൂർവോപരി കൂടുതൽ ശക്തമായി ആ രംഗത്ത് ഇടപെടേണ്ട ഒരു സാഹചര്യം കൂടിയാണുള്ളത്. തീർച്ചയായും ആ ചോദ്യകർത്താവ് ഉയർത്തിയ വിഷയം നമ്മുടെ ശ്രദ്ധ അനിവാര്യമായ ഒരു വിഷയമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇരുത്തവും സംസാരവും കൂട്ടായ്മയും സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഗമം, ഈ ഇരുത്തം ഇവിടെ അവസാനിക്കുകയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.